Okay, we can start. The prayer Rara. Anyone, please. Prayer na. Anyone? Really? ഞാൻ തന്നെ പറയണോ? മറന്നു പോയോ? കുറെ ദിവസം അവധി കിട്ടിയപ്പോ പ്രേയർ ഉണ്ട് എന്നൊക്കെ മറന്നുപോയോ? നിങ്ങളുടെ പറഞ്ഞ പ്രേയർ തന്നെ ആയാലും മതി. ഇത് നമ്മളുടെ ഒരു റെക്കോർഡിൽ എഴുതാനുള്ളതാണ്. അപ്പൊ എല്ലാരും കമ്പൽസറി ആയിട്ട് അത് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ആരോ സ്റ്റാർട്ട് ചെയ്യണേ? Yes, ma'am. Okay. Praise him, praise him, praise him in the morning, praise him in the noontime, praise him when the sun goes down. Love him, love him, love him in the morning, love him in the noontime, love him when the sun goes down. Thank him, thank him, thank him in the morning, thank him in the noontime, thank him when the sun goes down. Thank him when the sun goes down. Okay, ma'am. കുറെ ദിവസം അവധിയൊക്കെ ആയിട്ട് എല്ലാരും കുറെ പേരൊന്നും ഇല്ലാലേ. നമ്മുടെ ബാച്ചില് കുറെ അമ്മമാരുണ്ടെന്ന് തോന്നുന്നു, കുഞ്ഞു ബേബീസ് ഒക്കെ ഉള്ളവര്. അവർക്ക് പലപ്പോഴും ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാറില്ല. അതുപോലെ തന്നെ റെക്കോർഡഡ് വീഡിയോസ് കാണാനും ടൈം കിട്ടാറില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ കൺസേൺസ് ഒന്ന് ഷെയർ ചെയ്യാം. മാക്സിമം ട്രൈ ചെയ്യാം. റെക്കോർഡഡ് വീഡിയോസ് അറ്റ്ലീസ്റ്റ് ഒന്ന് ഓടിച്ചെങ്കിലും നോക്കാനെങ്കിലും ഒന്ന് ട്രൈ ചെയ്യുക. കാരണം നമ്മൾ കുറെ കാര്യങ്ങൾ പലരുടെയും എക്സ്പീരിയൻസ് പറഞ്ഞു പോകുന്നുണ്ട്. ഈ ഒരു PDF ഫയൽ മാത്രമല്ല നമ്മൾ പറയുന്നത്, റെഫറൻസ് മാത്രമാണ്. നമ്മൾ പല എക്സ്പീരിയൻസിലൂടെയും പല നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസ് എല്ലാം നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. കാരണം നമ്മുടെ ഗ്രൂപ്പ് വലുതാവും തോറും കൂടുതൽ ഇൻഫർമേഷൻസ് ഷെയറിങ് കൂടുതലായിട്ട് നടക്കും. ട്രൈ ടു മേക്ക് ഔട്ട് ടൈം, അത് എനിക്ക് പറയാൻ പറ്റുള്ളൂ. സോ ആക്ടിവിറ്റീസ് നിങ്ങൾ സമയം പോലെ ചെയ്ത് തീർക്കാനായിട്ട് നോക്കുക. പറ്റുന്നില്ല, സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ വിളിക്കുക. ഓക്കെ. ആണോ? 9th ആയിരുന്നു നമ്മുടെ ലാസ്റ്റ് ഡേ. ഈ വെക്കേഷന് അവധിക്ക് മുമ്പുള്ള ലാസ്റ്റ് ഡേ അതായിരുന്നോ? അതിട്ടിട്ടില്ല. ഞാൻ നോക്കിയിട്ട് കിട്ടിയിട്ടില്ല. ക്ലാസ് റൂമിൽ വന്നിട്ടില്ല. അതെല്ലേ, അന്ന് അത് അവരെ വിട്ടിട്ടുണ്ടാവും. കാരണം എനിക്ക് ഈ ക്ലാസ് റൂം ആക്സസ് നമ്മൾ ടീച്ചേഴ്സിന് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അറിയില്ല. അത് പിറ്റേ ദിവസം തന്നെ പോവാറുണ്ട്. പിറ്റേ ദിവസം അവധിയായിരുന്നല്ലോ, അപ്പൊ എനിക്ക് തോന്നുന്നു ഓഫീസും അവധിയായിരുന്നു. പിന്നെ അവരതങ്ങ് വിട്ടിട്ടുണ്ടാവും ക്ലാസ് ഇല്ലാത്ത കാരണം. ഓർത്ത് കണ്ട ഞാനത് റിമൈൻഡ് ചെയ്യിച്ചോളാം. ഓക്കെ. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് മനസ്സിലായി കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് മെയിൻ ആയിട്ട് നമ്മൾ ജീൻ പിയാഗറ്റിന്റെ ആ സ്റ്റേജസ് അത് എല്ലാരും ഒന്ന് ഗൂഗിൾ ചെയ്ത് വായിച്ചു നോക്കിയായിരുന്നു. നോട്ട് ചെയ്യാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടായിരുന്നു. ഓക്കെ, അതിന്റെ എക്സ്പ്ലനേഷൻ ആണ്. അതിന്റെ ചെറിയൊരു എന്താ പറയുക, ചെറിയൊരു അബ്സ്ട്രാക്ട് ഫോമിലാണ് ഇനി വരുന്ന ബാക്കി പോയിന്റ്സ് എല്ലാം. അപ്പൊ ഒന്ന് റെഡി ആയിരിക്കുക. വായിക്കാൻ പറ്റുന്നവര്, മൈക്ക് ഓൺ ചെയ്യാൻ പ്രോബ്ലം ഇല്ലാത്തവര് അതൊന്ന് ഓൺ ചെയ്ത് ഓരോരോ പാരഗ്രാഫായിട്ട് നമുക്ക് ഓരോരുത്തരായിട്ട് വായിച്ചു പോകാം. പിയാഗറ്റിന്റെ ആ സ്റ്റേജസ്
വളരെ എന്താ പറയാ ചെറിയൊരു ഫോമില് നമ്മൾ ഇനാക്റ്റീവ് സ്റ്റേജ്, ഐക്കോണിക് സ്റ്റേജ്, സിംബോളിക് സ്റ്റേജ് എന്നൊക്കെ പറഞ്ഞ പ്രീവിയസ് പാരഗ്രാഫിൽ നമ്മൾ പറഞ്ഞിരുന്നു. നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്തു. പിയാഗറ്റിന്റെ ഓരോ നല്ല ഭംഗിയായിട്ട് ചില ലിങ്കിലൊക്കെ നല്ല പോലെ എഴുതിയിട്ടുണ്ട്. അതിൽ നിന്ന് ആവശ്യമുള്ളത് മാത്രം നിങ്ങൾ നോട്ട് ചെയ്യുക, നല്ലപോലെ മനസ്സിലാക്കാൻ പറ്റുന്ന. നെക്സ്റ്റ്, ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ്. പിയാഗറ്റ് പറഞ്ഞ കുറെ കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത്. ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് അത് ആരാ വായിക്കുക ഒരു പാരഗ്രാഫ്? ഡ്യൂറിങ് ഡേറ്റ് ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞു തുടങ്ങുന്നേ. ഞാൻ വായിക്കാം മാം. മാനേജ് ചെയ്യണം. Intellectual development. During later childhood, children enter into Piaget's concrete operational stage of creative development. They begin to think logically but are unable to think in abstract terms. Children develop powers of observation, attention, reasoning, and abstract thinking. They can focus on more than one aspect of a situation and can universally experience what happens around them. നമ്മൾ പിയാഗറ്റിന്റെ ഓരോ കോഗ്നേറ്റീവ് ഡെവലപ്മെന്റ് സ്റ്റേജിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ തന്നെയാണ് ഇതിനകത്ത് പറയുന്നത്. പിയാഗറ്റിന്റെ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിലേക്ക് കുട്ടി കടക്കുകയാണ്. അപ്പൊ അതൊരു ക്രിയേറ്റീവ് ഡെവലപ്മെന്റ് ആണ്. വേറൊരു വേൾഡിൽ കുട്ടി എത്തപ്പെടുന്ന പോലെയാണ് ആ സമയത്ത് ലോജിക്കലി തിങ്ക് ചെയ്യാനും ഒക്കെ തുടങ്ങും. പക്ഷെ എന്ന് വെച്ചാൽ തിങ്കിങ് ഭയങ്കര വൈഡ് ആയിട്ടൊന്നും പോകുന്നില്ല. ഒരു കുട്ടിയുടെ ഒരു തിങ്കിങ്, ആ ഒരു ഒബ്സർവേഷൻ, കോൺസെൻട്രേഷൻ, അറ്റൻഷൻ, പിന്നെ അതുപോലെ തന്നെ റീസണിങ്, പ്രോബ്ലം സോൾവിങ് എല്ലാം ആ ഒരു സമയത്ത് നടക്കുക കുട്ടിക്ക്. അവർക്ക് ഒന്നിലല്ല പലതിലും അവർക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റും. ദേ ക്യാൻ ഫോക്കസ് ഓൺ മോർ ദാൻ വൺ ആസ്പെക്ട് ഓഫ് എ സിറ്റുവേഷൻ. അങ്ങനെ അവന് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ, അല്ലെ അവൾക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളെല്ലാം അത് എക്സ്പീരിയൻസ് ചെയ്യുവാണ്. ആ വേൾഡിലേക്ക് അതങ്ങ് ഇറങ്ങുവാണ്. ക്രിയേറ്റീവായിട്ട് പല കാര്യങ്ങളും ചിന്തിക്കുന്നു, ലോജിക്കലി ചിന്തിക്കുന്നു. അപ്പൊ അങ്ങനെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പോവുകയാണ്. നെക്സ്റ്റ്, മേജർ ഡെവലപ്മെന്റ് ചേഞ്ചസ്. ആ ഒരു പീരീഡില് അത് 1, 2, 3, 4, 5 എന്നും പറഞ്ഞിട്ട് നമ്പർ ഇട്ടിട്ടുണ്ട്. ആ ഫസ്റ്റ് 2 പോയിന്റ്സ് ആരെങ്കിലും ഒരാൾ വായിച്ചു? During the basic school, anyone please? During the basic school period, the child's ability to consume information and accumulate ideas increases and his memory becomes more efficient. His capacity to generalize as well as ability for logical thinking increases. ഓക്കെ, ബേസിക് സ്കൂൾ പീരീഡില് കൂടുതൽ ഇൻഫർമേഷൻസ് കിട്ടും. അതായത് അതിന്റെ വേൾഡ് കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്യും സ്കൂളിലേക്ക് പോകുന്ന ഒരു ടൈം. സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമില് കൂടുതൽ ഇൻഫർമേഷൻസ് കൺസ്യൂം ചെയ്യുന്നു. അപ്പൊ കുറെ ഐഡിയാസ് കിട്ടുന്നു. അപ്പൊ മെമ്മറി എല്ലാം മോർ എഫിഷ്യന്റ് ആയിട്ട് മാറുവാണ്. പല ഐഡിയാസ് ക്രിയേറ്റീവ് ആയിട്ട് ചിന്തിക്കാനായിട്ട് തുടങ്ങുന്നു. ഐഡിയാസ് ഇൻക്രീസ് ചെയ്യുന്നു. മെമ്മറി മോർ എഫിഷ്യന്റ് ആയിട്ട് മാറുന്നു. ലോജിക്കൽ തിങ്കിങ് ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, മൂവീന നെക്സ്റ്റ് 2 പോയിന്റ്സ് 3, 4. The child becomes more efficient in selecting, developing, and applying cognitive operations in relation to material objects. At this stage, the child tends to live in a world of make-believe of which he himself is the creator. ഭയങ്കര എഫിഷ്യന്റ് ആയിട്ട് മാറുവാണ്. സെലക്ഷൻ, പലതും സെലക്ട് ചെയ്യുന്നു, പലതും ഡെവലപ്പ് ചെയ്യുന്നു, അപ്ലൈ ചെയ്യുന്നു. പിന്നെ പല രീതിയിലുള്ള കോഗ്നിറ്റീവ് ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഓപ്പറേഷൻസിൽ അങ്ങനെ ഓരോന്നും കുട്ടി ചെയ്തുകൊണ്ടിരിക്കുക. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കുട്ടിയുടെ ഡെവലപ്മെന്റ് നമുക്ക് കാണാനായിട്ട് പറ്റും. വളരെ എഫിഷ്യന്റ് ആയിട്ടായിരിക്കും പല കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പം ആ കുട്ടിയുടെ ആ ലോകത്തില് ആ കുട്ടിയായിരിക്കും ക്രിയേറ്റർ. ആ ഒരു രീതിയിൽ തന്നെത്താനെ കാര്യങ്ങൾ ചെയ്യാനും സോർട്ട് ഔട്ട് ചെയ്യാനും ഓരോ കാര്യങ്ങൾ ചെയ്യാനുമായിട്ട് ഒരു എബിലിറ്റി കുട്ടിയിൽ വരുവാണ്. അവന്റെ ഒരു വേൾഡ് ക്രിയേറ്റ് ചെയ്യുന്നു. അതിന്റെ ക്രിയേറ്റർ അവൻ തന്നെയായിട്ടായിരിക്കും. ആ ഒരു രീതിയിൽ അവന് ചുറ്റും ഒരു വേൾഡ് അവൻ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് പോയിന്റ്, എനിവൺ? Yes. Children become
increasingly concerned with the cause and affect the relationship in physical and natural phenomena in the environment. ഒരു വരി അടുത്തത് കാണുന്നുള്ളൂ. ഇവിടെ There is a natural tendency in every child to become independent. The child അത് വേണ്ട. ഫിഫ്ത്ത് പോയിന്റ് മതി, ഈ ഒരു പാരഗ്രാഫ് എടുക്കട്ടെ. Children become increasingly concerned with the cause and effect relationship in physical and natural phenomena in the environment. അവൻ ജീവിക്കുന്ന ആ ഒരു എൻവയോൺമെന്റിലെ പല കാര്യങ്ങളും കൂടുതൽ കൺസേൺഡ് ആവുകയാണ്. അതിനകത്ത് ഓരോ റിലേഷൻഷിപ്പ്, ലൈക്ക് അവൻ ഓരോരുത്തരോടുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ രീതികളും അതിന്റെ ആ ഒരു ബോണ്ടിങ്, അമ്മ, അച്ഛൻ, അല്ലെങ്കിൽ ഗ്രാൻഡ് പാരന്റ്സ്, സിബ്ലിങ്സ് ഉണ്ടെങ്കിൽ അവര്, പിന്നെ ഫ്രണ്ട് സർക്കിളോ കസിൻസോ അങ്ങനെ ആരെങ്കിലൊക്കെ ആയിട്ട് വരുന്ന അവന്റെ എൻവയോൺമെന്റിൽ വരുന്ന എല്ലാ കോസസിനോടും അതിന്റെ എഫക്റ്റും ഓരോ റിലേഷൻഷിപ്പിനും ഒക്കെ വരുന്ന കാര്യങ്ങൾ അവൻ മോർ കൺസേൺഡ് ആവുന്ന ഒരു ടൈമാണ്. കുട്ടികൾ പെട്ടെന്ന് തന്നെ കൺസേൺ ആവും. ഇപ്പം ഫ്രണ്ട് അല്ലെങ്കിൽ ഇപ്പൊ ചേച്ചിയുണ്ട്, ചേച്ചിയെ പാരന്റ്സ് എന്തെങ്കിലും വഴക്ക് പറഞ്ഞു, ചേച്ചി കരയുമ്പോഴേക്കും ചിലപ്പോൾ കൂടെ കരയുമായിരിക്കും. അങ്ങനെ ആ ഒരു കൺസേൺ റിലേഷൻഷിപ്പ്. അല്ലെങ്കിൽ എന്തെങ്കിലും പെട്ടെന്ന് അമ്മ എന്തെങ്കിലും ഒരു പെയിൻ ആയിട്ട് കാണിക്കുവാണെങ്കിൽ അപ്പോഴും കുട്ടിക്ക് ആകെ വിഷമം വരും. അപ്പൊ അങ്ങനെ ഓരോ റിലേഷൻഷിപ്പിനുമുള്ള കൺസേൺ, അതിന്റെ കോസ് എഫക്ട് എല്ലാം കൂടി വരുന്ന ഒരു ടൈം. ബന്ധങ്ങൾ മനസ്സിലാക്കുന്നു, അതിനനുസരിച്ച് കുട്ടിക്ക് ഉണ്ടാകുന്ന കൺസേൺ അതെല്ലാം ഇൻക്രീസ് ചെയ്യുക. നെക്സ്റ്റ് പാരഗ്രാഫ് നിങ്ങൾ വലുതാണ്, ഞാൻ ആരെ കൊണ്ട് വായിക്കുന്നില്ല, ഒരു മെഡിറ്റേഷൻ പോലെ അതൊന്ന് വായിക്കുക. ഫുൾ കാണാൻ പറ്റുന്നുണ്ടല്ലോ? ഓക്കെ അല്ലേ? Yes, ma'am. വായിച്ചു. Finish, ma'am. ഓക്കെ,
എല്ലാരും കഴിഞ്ഞല്ലോ അല്ലെ? Yes, ma'am. വായിച്ചപ്പോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, റിലേറ്റ് ചെയ്യാനും പറ്റിയിട്ടുണ്ടാവും അല്ലെ? കാരണം നമുക്കറിയാം കുട്ടി ഒരു പ്രായമാകുമ്പോഴേക്കും നമ്മൾ ഇൻഡിപെൻഡന്റ് ആവുക, ഭക്ഷണം തന്നെ എടുത്ത് കഴിക്കാനായിട്ട് തുടങ്ങും. പിന്നെ നമ്മൾ എന്തെങ്കിലും രീതിയിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് ചെല്ലുമ്പോഴേക്കും അത് വേണ്ട എന്നുള്ള രീതിയിൽ ഒരു തട്ടി മാറ്റില്ല. അപ്പൊ നടക്കുമ്പോ പിടിക്കാനായിട്ട് ചെല്ലുമ്പോ അതൊന്നും ആവശ്യമില്ല. അവിടെ ഒരു ഇൻഡിപെൻഡന്റ് ആവാനുള്ള ഒരു ശ്രമം നടത്തുക. ഒരു നാച്ചുറൽ ടെൻഡൻസി എല്ലാ കുട്ടികളിലും ഉണ്ട്. അപ്പൊ നമ്മളത് പ്രൊമോട്ട് ചെയ്യാണ് വേണ്ടത്. അങ്ങനെ ചെയ്യാതെ എല്ലാത്തിനും കുട്ടിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ലൈഫിൽ ചിലപ്പോൾ ചില സമയത്ത് കുട്ടിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് വരാം. അങ്ങനെ വളരുന്ന ചില കുട്ടികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം. അങ്ങനെ എല്ലാം പാരന്റ്സ് ചെയ്തു കൊടുക്കുന്നു, ഒന്നും തന്നെ ചെയ്യാൻ അറിയില്ല, അങ്ങനെയൊക്കെ ഒരു രീതിയിലുള്ള വളർന്ന കുട്ടികളും തന്നെത്താൻ എല്ലാം ചെയ്യുന്ന ഈ രണ്ട് കാറ്റഗറിയെ നിങ്ങൾ ഒരു പക്ഷെ അടുത്ത് കണ്ടിട്ടുണ്ടാകും. ഓക്കെ, ഇത് ഫിസിക്കലി മാത്രമല്ല മെന്റലി അവരുടെ ഡെവലപ്മെന്റും ഒത്തിരി കാരണം ഈ സെൽഫായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത് ഫിസിക്കൽ മാത്രമല്ല മെന്റൽ ഡെവലപ്മെന്റും വളരെ നല്ലതായിരിക്കും. അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് അവർക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ അവരുടെ കോൺഫിഡൻസ് ലെവലിലൊക്കെ അതിന്റെ കുറവ് കാണാനായിട്ട് പറ്റും. പലപ്പോഴും അത് ലാഗ് ചെയ്യും. ഞാനത് ചെയ്താൽ ശരിയാകും. അതേസമയം ഒന്ന് ചെയ്തപ്പോ നടക്കാൻ തുടങ്ങുന്ന കുട്ടി നടന്ന് 2-3 സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ വീഴുന്നു, വീണ്ടും എണീറ്റ് നടക്കുന്നു. അങ്ങനെ തന്നെ ചെയ്യുമ്പോഴേക്കും സെൽഫ് കോൺഫിഡൻസ് ലെവല് വേറെയാണ്. അതേസമയം ഫുൾ ടൈം പ്രൊട്ടക്ട് ചെയ്ത് എല്ലാ ഫെസിലിറ്റിയും കൊടുത്ത് നമ്മളായിട്ട് ചെയ്യിക്കുന്ന ഒരു കുട്ടിയുടെ ആ ഒരു കോൺഫിഡൻസ് ലെവല് ലോ ആയിരിക്കും. അതാണ് ഇവരുടെ സ്കിൽസ് എല്ലാം ഡെവലപ്പ് ചെയ്യുന്ന ഒരു ടൈമാണ്. മോട്ടോർ സ്കിൽസ് ആണെങ്കിലും ശരി, ഇവിടെ മെന്റൽ ഡെവലപ്മെന്റ് ആണെങ്കിലും ശരി, ഇതൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സമയമാണ്. പിന്നെ അതുപോലെ തന്നെ ഇവര് സംസാരിക്കാനായിട്ട് തുടങ്ങും. ചില ശബ്ദങ്ങൾ നമുക്കറിയാം, അച്ഛനമ്മ എന്ന് പറഞ്ഞാൽ അങ്ങനെ. ഫോർ എക്സാമ്പിൾ നമ്മൾ മലയാളികളായതുകൊണ്ട് നമ്മൾ മലയാളം പറയുന്നതായിട്ട് കൂടുതലും അതർ റിലേറ്റഡ് ആയിട്ടുള്ള അമ്മ എന്നുള്ള അങ്ങനെ റിലേറ്റഡ് ആയിരിക്കും വരിക. വേറെ അതർ ലാംഗ്വേജസ് ആണെങ്കിൽ അവരുടെ ലാംഗ്വേജിൽ കൂടുതൽ അച്ഛനമ്മ ആയിട്ട് സാമ്യമുള്ള രീതിയിലുള്ള വാക്കുകളൊക്കെ ആയിരിക്കും കുട്ടികൾ പറയുന്നത് അറൌണ്ട് 6 months ഒക്കെ ആകുമ്പോഴേക്കും. അങ്ങനെ അവരുടെ വൊക്കാബുലറി ഇൻക്രീസ് ചെയ്യുന്നു. അതേസമയം കുട്ടിയോട് അധികം സംസാരിക്കുന്നില്ല. ആ കമ്മ്യൂണിക്കേഷൻ ഇപ്പം കൊച്ചു മനസ്സിലാക്കണ്ടോ എന്നുള്ളതല്ല. എനിക്കറിയാവുന്ന ഒരു ഫാമിലി, അത് ഈ കുഞ്ഞു കുട്ടിയെ ഗ്രാൻഡ് പാരന്റിന്റെ മുമ്പിൽ കൊണ്ടുപോയി കിടത്തും. ഉമ്മർത്ത് ആ പുള്ളി ചിലപ്പോ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. പത്രത്തിലുള്ള ന്യൂസ് കുട്ടിയോട് ഒരു പ്രത്യേക ടോണില് ആ കിടക്കുന്ന പ്രായത്തിലുള്ള കുട്ടിയായിരിക്കും, മനസ്സായിട്ടുള്ള, അതിന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. കുട്ടി എന്ത് കേൾക്കുന്നു എന്നോ ശരി അതറിയില്ല. പക്ഷെ എന്നാലും അങ്ങനെ കൊച്ചിനോട് ഇങ്ങനെ പറയുന്നതായിട്ടായിരിക്കും ന്യൂസിലെ പല കാര്യങ്ങളും പറയുന്നത്. അതും നല്ലൊരു എഫക്റ്റ് ആണ്, നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കുന്നത് തന്നെയാണ് തോന്നുന്നത്. പിന്നെ നമ്മൾ പറയില്ലേ കുട്ടികളുടെ അടുത്ത് കൊഞ്ചി സംസാരിക്കരുതെന്ന്. കാരണം കുറെ നാളുകൾ അവർ ആ ടോണിലായിരിക്കും സംസാരിക്കുക. അപ്പൊ വ്യക്തമായിട്ട് പറയുവാണെങ്കിൽ സെയിം വേർഡുകളൊക്കെ തന്നെയായിരിക്കും അവർ ഉപയോഗിക്കുക. പൊതുവെ എന്നെ പറ്റി എല്ലാരും പറയുന്ന ഒരു പ്രോബ്ലം ഉണ്ട്. എന്റെ പ്രോബ്ലം ആയിട്ട് ആൾക്കാർ പറയാറുണ്ട്, അച്ചടി ഭാഷയിലാണ് ഞാൻ സംസാരിക്കാന്ന്. ഞാൻ എന്റെ കുട്ടികളുടെ അടുത്ത് കൊഞ്ചി സംസാരിച്ചിട്ടില്ല. ഞാൻ ഈ സംസാരിക്കുന്ന അതേ ടോണിൽ തന്നെയാണ് അവരോട് സംസാരിക്കാറ്. അതുകൊണ്ടായിരിക്കാം കുഞ്ഞിലേ തുടങ്ങി ഇവർക്ക് കൊഞ്ചലില്ല. ഇവർ കറക്റ്റ് പറയുന്ന വാക്കുകൾ കറക്റ്റ് ആ ഒരു പ്രോപ്പർ പ്രൊനൗൺസിയേഷൻ തന്നെ കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു മലയാളത്തിൽ തന്നെ. ആ ഒരു ഞാൻ കൊഞ്ചി ഇതുവരെ സംസാരിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെ അന്നും എല്ലാരും പറയുമായിരുന്നു കുട്ടികളുടെ അടുത്ത് അങ്ങനെയല്ല സംസാരിക്കേണ്ടത്. പക്ഷെ നോർമലി എനിക്ക് അങ്ങനെയായിരുന്നു എന്റെ ടോൺ വരുന്നത്. എനിക്കത് മാറ്റി പറയാനൊന്നും ശരിക്കും എനിക്ക് പറ്റിയിട്ടില്ല. പക്ഷെ എന്തോ അവരുടെ ലാംഗ്വേജ് അത് കാരണം വലിയ പ്രോബ്ലം ഇല്ല. പക്ഷെ അങ്ങനെ നമ്മൾ കൊഞ്ചി പറഞ്ഞാലും കുറച്ച് കഴിഞ്ഞ് അവർ സ്കൂളിലേക്ക് ആകുമ്പോഴേക്കും അവരുടെ ലാംഗ്വേജ് ബെറ്റർ ആവും കേട്ടോ. അങ്ങനെ ഒരു താളത്തിലൊക്കെ കുട്ടികളോട് സംസാരിക്കുന്നത് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. സോ ഇപ്പൊ ലാംഗ്വേജ് ഡെവലപ്മെന്റിന്റെ ഒരു സ്റ്റേജ് നടക്കുന്നത് ആ ഒരു ടൈമിലാണ്. പിന്നെ അപ്പൊ നമ്മളൊരു സ്റ്റിമുലേഷൻ അവർക്ക് കൊടുക്കുവാണെങ്കിൽ, ലൈക്ക് സംസാരിക്കാൻ നമ്മളൊരു പ്രോത്സാഹനം കൊടുക്കുവാണെങ്കിൽ അത് അവരുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റിന് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ആ ലാംഗ്വേജ് മാസ്റ്ററിംഗ് ദ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ പല കുട്ടികൾക്കും ഇങ്ങനെ ഒരു റൈറ്റ് കൈൻഡ് ഓഫ് എൻവയോൺമെന്റ്, ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ കുട്ടിയോട് സംസാരിക്കേണ്ട ടോണിൽ അല്ലായിരുന്നു ഞാൻ അന്ന് ചെറുപ്പത്തിലെ കുട്ടികളോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. അത് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയില്ലെങ്കിലും കേൾക്കുന്നവർക്ക് ഭയങ്കര അരോചകമായിട്ട് തോന്നിയിട്ടുണ്ടായിരിക്കാം. അപ്പം ശരിയായ ഒരു എൻവയോൺമെന്റ്, അപ്പൊ ഞാനതൊരു ചെറിയൊരു എക്സാമ്പിൾ ആയിട്ടാണ് പറഞ്ഞത്. അങ്ങനെ റൈറ്റ് എൻവയോൺമെന്റ് ഡ്യൂറിങ് ചൈൽഡ്ഹുഡ് ഡേയ്സിൽ കിട്ടിയില്ലെങ്കിൽ അവരുടെ ലാംഗ്വേജ് ഡെവലപ്പ് ആകില്ല. അതുപോലെ തന്നെ
പറഞ്ഞല്ലോ, അവർ സെൽഫായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യിക്കാത്ത രീതിയിൽ അവരെ സപ്രസ് ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ അവരുടെ സെൽഫ് കോൺഫിഡന്റ്, അവർ ഇൻഡിപെൻഡന്റ് ആകുന്നത്, അതിലെല്ലാം ഒരു ഡിലേയിങ് വരും, ലാഗിങ് വരും. അവർക്ക് എല്ലാ പൊട്ടൻഷ്യലും ഉണ്ടായിരിക്കും, പക്ഷെ എൻവയോൺമെന്റ് കണ്ടീഷൻസ് അവർക്ക് വേണ്ടുന്ന എല്ലാം അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവരുടെ ഗ്രോത്തിനും ഡെവലപ്മെന്റും അതങ്ങ് ലിമിറ്റഡ് ആയി പോകുന്നത് നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യും. ഈ ഒരു പാരഗ്രാഫിൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും. കുട്ടികളുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റും ബാക്കി എല്ലാ ഡെവലപ്മെന്റ്സും, ഗ്രോത്തും ഡെവലപ്മെന്റും സംഭവിക്കുന്ന സമയത്ത് അവർക്ക് അതിന് വേണ്ടുന്ന എൻവയോൺമെന്റ്, അവർക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യണം. അവരെ സപ്രസ് ചെയ്യരുത്, അവർക്ക് എല്ലാ ഫെസിലിറ്റിയും അവൈൽ ചെയ്ത് കൊടുക്കരുത്. അവരെ സപ്രസ് ചെയ്യണമെങ്കിൽ അവരുടെ ഈ പ്രോസസ് മുഴുവനും, ഈ ഡെവലപ്മെന്റ് മുഴുവനും ലാഗ് ചെയ്തു. കൂടുതൽ അവരെ എന്താ പറയുക, എപ്പോഴും എടുത്തുകൊണ്ടിരിക്കുക, അങ്ങനെ ചേരുന്നൊക്കെ ഇങ്ങനെ പ്രായമായവര് പറയുമല്ലോ, അവർ കിടന്ന് കളിക്കട്ടെ, ഇരുന്ന് കളിക്കട്ടെ, അല്ലെങ്കിൽ കുറെ ഓടട്ടെ എന്നൊക്കെ നമുക്ക് പറയുമല്ലോ. അതൊക്കെ അവരുടെ ഡെവലപ്മെന്റിന്റെ ഭാഗമാണ്. ഫുൾ ടൈം അവരെ എടുത്ത് പിടിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ വളർച്ചയെ ബാധിക്കുന്നു പറയുന്നത് ശരി തന്നെയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും റിലേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ റിലേറ്റ് ചെയ്തു. പ്ലീസ് ആർക്കെങ്കിലും ഒന്നും സ്വന്തം കുട്ടികളുടെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനില്ലേ? ഈ ലാംഗ്വേജിന്റെ കാര്യത്തില് മോള് ചെറിയ കുട്ടിയാകുമ്പോൾ മഹാരാഷ്ട്രയിലായിരുന്നു. അപ്പം വീട്ടില് ഇങ്ങനെ സെർവന്റ് വരും, പിന്നെ അടുത്ത വീട്ടിലെ കുട്ടികളും എല്ലാരും കൂടെ ആകുമ്പോൾ മോള് ആദ്യം തുടങ്ങിയത് മറാഠി സംസാരിക്കാനായിരുന്നു. അതിപ്പോ ഓർമ്മയുണ്ടോ മോൾക്ക്? ഇല്ല, ഇപ്പം അവൾക്ക് ഒരു 4 year വരെയാണ് അവിടെ നിന്നത്. ഇപ്പം അവൾക്ക് 11 years ആയി. അപ്പൊ ഇപ്പം മറാഠി പറഞ്ഞിരുന്നു എന്നൊക്കെ പറയുമ്പോ അവൾക്ക് അറിയില്ല. പിന്നെ പ്രീ KG അവിടെ പോയിരുന്നു ഒരു 3 വയസ്സാകുമ്പോ. അപ്പം ടീച്ചേഴ്സിനോടൊക്കെ നന്നായിട്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ അവള് ഇങ്ങനെ മറാഠിയിൽ തന്നെ എങ്ങനെയെങ്കിലും പറഞ്ഞു ഒപ്പിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഇപ്പൊ ഒരു വേർഡ്സ് അറിയില്ല. Anyone else? ആരെങ്കിലും? അതുപോലെ ഈ കുട്ടികൾ നടക്കുന്ന കാര്യത്തിന്റെയൊക്കെ, അതുപോലെ മോന് ഇപ്പൊ 2.5 വയസ്സായി. അപ്പം തൊട്ടടുത്ത വീട്ടിൽ അവന്റെ അതേ ഏജിലുള്ള ഒരു കുട്ടിയുണ്ട്. ഇവന് പെട്ടെന്ന് ഒരു 5 മാസമൊക്കെ ആയപ്പം ചെറുതായി കാലൊക്കെ ഇങ്ങനെ വെച്ച് നടക്കുക, അങ്ങനെയൊക്കെ ട്രൈ ചെയ്തിരുന്നു. അപ്പൊ ഈ കുട്ടീനെ എപ്പോഴും എടുക്കുക അത്ര ചെയ്യാറുള്ളത്, നിലത്ത് ഇറക്കി വെക്കാറില്ല. അപ്പൊ അവന് ഇപ്പോഴും ഒരു 2.5 വയസ്സായപ്പോഴും എവിടെ കൊണ്ടുപോവാണേലും എടുത്തോണ്ടിരിക്കണം, നടക്കൊന്നുമില്ല. അവന് നന്നായിട്ട് സംസാരിക്കുക, ഓടിച്ചാടി നടക്കുകയൊക്കെ ചെയ്യുമ്പോ ആ കുട്ടീനെ എന്റെ ഉമ്മ പറയും എന്റെ മോനൊന്നും ചെയ്യില്ല, നടക്കുകയൊക്കെ ചെയ്യും പക്ഷെ ഭയങ്കര മടിയാണ്, കുറെ കഴിഞ്ഞാണ് നടക്കാനൊക്കെ തുടങ്ങി, എടുത്തെടുത്ത് ഇങ്ങനെ നടക്കുന്നത് കാരണം എന്ന് പറഞ്ഞു. നമ്മളുടെ വീടിനടുത്തൊരു കുട്ടീനെ ഇങ്ങനെ തന്നെയായിരുന്നു. അവരിങ്ങനെ വീടിനെ പുറത്തിറക്കില്ല, പുറത്തിറക്കുവാണെങ്കിൽ തന്നെ സോക്സോ ചെരുപ്പോ പിടിച്ച അങ്ങനെയൊക്കെ പുറത്ത് കളിക്കാൻ തൊട്ടും സ്വന്തം വീടിന്റെ മുറ്റത്ത് തന്നെയാണെങ്കിൽ കളിപ്പിക്കില്ലായിരുന്നു. അങ്ങനെ കുട്ടിക്ക് കാലിനെന്തോ ടിഷ്യൂസ് സോഫ്റ്റോ അങ്ങനെ എന്തോ കൊണ്ട് വന്ന് കാണിച്ചപ്പോ ഡോക്ടർ പറഞ്ഞു ചെരുപ്പില്ലാതെ മണ്ണിൽ കൂടെ നടത്താൻ പറഞ്ഞു ഇടയ്ക്കൊക്കെ. അങ്ങനെ അതിന്റെ ബോൺസ് സ്ട്രോങ് ആയത് അങ്ങനെയായിരുന്നു. ശരിക്കും അതൊക്കെ ഒരു ഫാക്ട് തന്നെയായിരിക്കും. മെഡിസിന്റെ ആവശ്യമില്ലായിരുന്നു ശരിക്കും. അതിന്റെ ആ ഒരു ഗ്രോത്ത് ഡെവലപ്മെന്റ് സ്റ്റേജിൽ പ്രോപ്പർ ആയിട്ടുള്ള രീതിയിലുള്ള ആ ഒരു എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. അവർക്ക് ചുറ്റൊരു വേൾഡ് ഉണ്ടല്ലോ, അത് അവർ എക്സ്പ്ലോർ ചെയ്യണം എന്ന് തന്നെയാണ് പറയുന്നത്. അതെ മാം, ശരിയാ. എനിക്കും അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. എന്റെ മൂത്ത മോനാകുമ്പോ നമ്മള് എന്തായാലും മൂത്ത കുട്ടികളാകുമ്പോ ഒരുപാട് കെയറിങ്, അതേപോലെ നമുക്ക് പുറത്ത് അങ്ങനെ കൊണ്ടുപോവില്ല, അങ്ങനെ വെളിയിൽ ഇറക്കില്ല, അങ്ങനെയൊക്കെ ഒരു ഇതായിരുന്നു. പക്ഷെ ഇപ്പൊ 3 പേരാണ് ഇത് ഏറ്റവും നല്ലതായിട്ട് എല്ലാരോടും പിന്നെ സംസാരിക്കാൻ, അതേപോലെ എന്ത് കാര്യത്തിന് പെട്ടെന്ന് പോയി കടയിൽ ഷോപ്പിലൊക്കെ പോവാനും. ഇപ്പൊ 6-ാം ക്ലാസ്സിൽ 7-ാം ക്ലാസ്സിലേ പഠിക്കുന്നത്, പക്ഷെ എന്നാലും എല്ലാത്തിനും ആക്റ്റീവാണ്, ഒരു കുഴപ്പമില്ല. അപ്പൊ മൂത്ത മോൻ പറയും എന്റെ മാത്രം പ്രശ്നമാണോ? ഇടയ്ക്ക് എന്തോന്ന് ലോ ആയിരുന്നു സൗണ്ട്. ഞാൻ എനിക്കുള്ള പ്രോബ്ലം എന്ന് വെച്ചു. അതായത് നസീമ പറഞ്ഞത് ഏറ്റവും ഇളയ കുട്ടി നല്ലപോലെ എക്സ്പ്ലോർ ചെയ്തു, മൂത്ത ആള് ചെയ്തില്ല, അതാണോ പറഞ്ഞേ? അതെ 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 മാം. അതെന്താ പറഞ്ഞാൽ ചെറിയ കുട്ടിയാവുമ്പോ അവനെ അതുപോലെ പുറത്തിറക്കാതെ ഇങ്ങനെ പറഞ്ഞ പോലെ എടുത്തു നടന്ന് അങ്ങനെയൊക്കെ നമ്മള് അങ്ങനെ. പക്ഷെ പഠിക്കുന്നതിന് കുഴപ്പമില്ല, പഠിക്കാൻ മിടുക്കനാണ്. എന്നാലും പുറത്തായിട്ട് ഇങ്ങനെ ഒന്ന് നമ്മള് മറ്റുള്ളവരോട് ഇതാവുന്ന സംസാരിക്കാനും അതൊക്കെ ഒരു സോഷ്യലൈസ് ചെയ്യുന്നത് ഒരു മടി പോലെ അങ്ങനത്തെ ഒരു
പ്രശ്നമാണ്. അപ്പൊ എന്റെ അടുത്ത് പറയും അങ്ങനെ ചെറുപ്പത്തിൽ എന്നെ അങ്ങനെ വളർത്തിയത് കൊണ്ടാണ് ഞാനിപ്പോ ഇങ്ങനെ ആയതെന്ന് പറയും. തെറ്റിയോ അത് തെറ്റാണ്. കേൾക്കണ്ട വന്നില്ലേ? അതെ, ചെറുതാകുമ്പോ പക്ഷെ ചെറിയ മോന് ഇങ്ങനെയില്ല. അവനങ്ങനെ സൈക്കിൾ എടുത്ത് ഓടി സ്വന്തമായി സൈക്കിൾ ഓടിക്കാൻ തുടങ്ങിയപ്പോ അവന് 7ാം ക്ലാസ്സിൽ സ്വന്തമായി സ്കൂട്ടി ഓടിക്കുക, ഹസ്ബൻഡിന്റെ വണ്ടി എടുത്ത് ഓടിക്കാനുള്ള ഇതൊക്കെ ചെയ്യാൻ തുടങ്ങി. പക്ഷെ അവനിക്ക് മൂത്ത ആൾക്ക് അങ്ങനെ ഒരു ഇതില്ല. കാരണം നമ്മളെ അത് വഷളാക്കിയതാണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇപ്പൊ. കാരണം പക്ഷെ പഠിക്കാൻ മിടുക്കനാണ്, കുഴപ്പമില്ല. പഠനത്തിന്റെ കാര്യം മാത്രം ഒരു ഇതായിട്ട് കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. അല്ലാത്തൊരു ഇത് ഈ 3 കുട്ടികൾ വരുമ്പോ മിഡിൽ ചൈൽഡ് പെട്ടെന്ന് ഇൻഡിപെൻഡന്റ് ആവും. കാരണം ചില അധികം ഏജ് ഗ്യാപ്പ് ഇല്ലാണ്ടാണ് കുട്ടികൾ ഉണ്ടാവുന്നേക്ക്. മൂത്ത കുട്ടി എന്നുള്ള പാമ്പറിങ് മൂത്ത ആൾക്ക് കിട്ടും, ഏറ്റവും ഇളയ കുട്ടി എന്നുള്ള പാമ്പറിങ് ഇളയ ആൾക്ക് കിട്ടുമ്പോ ഇടയ്ക്ക് കിടക്കുന്ന ആള് തന്നെത്താനെ കാര്യങ്ങൾ ചെയ്യും. അത് മിക്ക മിഡിൽ ചൈൽഡിലും നടക്കാറുണ്ട്, മിഡിലുള്ളവരുടെ അത് കാര്യങ്ങളിൽ. ശരിയാണ്. മോളത് ശരിയാണ്. ഞാൻ പ്രസവിച്ചെടുക്കുന്ന സമയത്ത്, ചെറുതിനെ പ്രസവിച്ചെടുക്കുന്ന സമയത്ത് അവന്റെ തുണികൾ ഇതൊക്കെ കൊണ്ടുവന്നിട്ട് മടക്കി വെക്കും. 3 വയസ്സ് തന്നെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അവള് തനിയെ ചെയ്യാൻ തുടങ്ങിയിട്ട് അതൊക്കെ. അതാണ്, ശരിയാ. ഞാനൊരു മിഡിൽ ചൈൽഡ് ആണ്. അതുകൊണ്ടാണ് പറഞ്ഞത് അല്ലേ? ശരി, ഓക്കെ. ശരി. നെക്സ്റ്റ് ഇനി ആരെങ്കിലും ഉണ്ടോ അദ്ദേഹം പറയാനുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഇതിലേക്ക് പോവാം. ഏരിയാസ് ഓഫ് മെന്റൽ ചൈൽഡ് മാം, ഫസ്റ്റ് ചൈൽഡിനേക്കാളും ആക്റ്റീവായിട്ട് എല്ലാം ഇവിടെ പൊതുവെ ഞാൻ കണ്ടിട്ടുള്ളത് സെക്കൻഡ് ചൈൽഡിനാണ്. അതെ. ആ, എന്റെ ഞാൻ വീട്ടിലൊക്കെ second അങ്ങനെ child അവസ്ഥ. ഓക്കെ, നമുക്കത് റിലേറ്റ് ചെയ്യാം. നമ്മൾ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കുറെ കാര്യങ്ങൾ. അറ്റ്ലീസ്റ്റ് നമ്മുടെ വീട്ടില് നമ്മുടെ റിലേറ്റീവ്സിന്റെ അല്ലെങ്കിൽ നമ്മുടെ നൈബർഹുഡിലൊക്കെ കാണാനായിട്ട് പറ്റും. നെക്സ്റ്റ് ഏരിയാസ് ഓഫ് മെന്റൽ ഡെവലപ്മെന്റ് ആണ്. അതില് നിങ്ങൾക്ക് ഒരു 5 7 ഏരിയയിലെ 7 ഡൊമൈൻസ് കാണാനായിട്ട് പറ്റും. അതിലെ ഫസ്റ്റ് ഏരിയ അതൊന്ന് കറക്റ്റ് ചെയ്യുക. കൺസെപ്ഷൻ ഫോർമേഷൻ അല്ല, കൺസെപ്റ്റ് ഫോർമേഷൻ ആണ് കേട്ടോ. കൺസെപ്ഷൻ എന്ന് പറയുമ്പോൾ പ്രഗ്നന്റ് ആകുന്ന പ്രോസസ്സാണ്. നമുക്ക് അതല്ല ഇവിടെ വേണ്ടത്, കൺസെപ്റ്റ് ഫോർമേഷൻ ആണ്. കൺസീവ് ചെയ്യുന്ന എന്നുള്ളതാണ് കൺസെപ്ഷന്റെ വരുന്നത്. അപ്പൊ അവിടെ നിന്ന് കൺസെപ്ഷൻ മാറ്റി ഒന്ന് കൺസെപ്റ്റ് ആക്കുക. കൺസെപ്റ്റ് ഫോർമേഷൻ. ഓരോ ഏരിയ പറയുന്നതാണത്. കൺസെപ്റ്റ് ഫോർമേഷൻ അതായത് ചില ഓരോ എക്സ്പീരിയൻസിനനുസരിച്ച് ആളുകൾ അതിനെ മനസ്സിലാക്കി അതിനെ സോർട്ട് ഔട്ട് ചെയ്യുന്നതാണ് കൺസെപ്റ്റ് ഫോർമേഷൻ എന്ന് പറയുന്നത്. നമ്മളിപ്പോ ഒരു സിറ്റുവേഷൻ കാണുമ്പോൾ നമ്മൾ അതിന് എന്തെങ്കിലുമൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് കുറെ ലെസൺസ് കിട്ടും. നമ്മൾ കുറെ കാര്യങ്ങൾ അതിൽ നിന്ന് ലേൺ ചെയ്യും. അതാണ് കൺസെപ്റ്റ് ഫോർമേഷൻ ഉദ്ദേശിക്കുന്നത്. സ്പെസിഫിക് എക്സ്പീരിയൻസ്, ചില പ്രത്യേക സിറ്റുവേഷനിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ചില സിറ്റുവേഷനിൽ നിന്ന് നമ്മൾ കുറെ കാര്യങ്ങൾ ലേൺ ചെയ്യും. അതാണ് കൺസെപ്റ്റ് ഫോർമേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നു പലതിൽ നിന്നും, അതാണ് ഉദ്ദേശിക്കുന്നത്. ആണെങ്കിലും ഇപ്പൊ അവരുടെ മുതിർന്ന ആൾക്കാരെ ചില കാര്യങ്ങൾ ചെയ്യുന്നത് കാണുമ്പോഴേക്കും അവരത് ശ്രദ്ധിച്ച് ഭയങ്കര കോൺസെൻട്രേഷനും ഒബ്സർവേഷനും ഒക്കെ ആയിരിക്കും പിള്ളേർക്ക് ആ ഒരു സമയത്ത്. അവരത് ശ്രദ്ധിച്ച് അവരതുപോലെ തന്നെ ഇമിറ്റേറ്റ് ചെയ്യാനോ അത് പഠിച്ച് ഇങ്ങനെ ചെയ്താൽ ശരിയാവും. ഓരോ ലേണിംഗ് പ്രോസസ് ആണ്. എന്നാണ് കൺസെപ്റ്റ് ഫോർമേഷൻ. നെക്സ്റ്റ് ഡെവലപ്മെന്റ് ഓഫ് പ്രോബ്ലം സോൾവിങ് സ്കിൽ. ഇത് പല സ്റ്റെപ്സിലായിരിക്കും കുട്ടികൾ ചെയ്യുന്നത്. ഒരു പ്രോബ്ലം ഇട്ട് കൊടുത്താൽ കുട്ടികളെ ഭയങ്കര ക്രിയേറ്റീവ് ആക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഒരു പ്രോബ്ലം അവർക്ക്. മാത്സ് പ്രോബ്ലം അല്ല ഉദ്ദേശിക്കുന്നത്, എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ. അതിപ്പം നമുക്കിപ്പോ ഏതൊരു കുറച്ചങ്ങ് ഏജായി ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ഏജ് ആയി കഴിയുമ്പോൾ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റിയാണ്. അവരതിന്റെ സൊല്യൂഷൻസ് വളരെ ഭംഗിയായിട്ട് കണ്ടുപിടിക്കും. അതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കും. ആദ്യം അവർ ആ പ്രോബ്ലം എന്താണെന്ന് അനലൈസ് ചെയ്യും. പല സ്റ്റെപ്പായിട്ട് ചെയ്യുന്നുണ്ട്. ഇതിപ്പോ ഏതൊരു ഏജ് കാറ്റഗറിയും ഒരു പ്രോബ്ലം സോൾവിങ് കൊടുത്തു കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന അങ്ങനെയാണ്. ആദ്യം ആ പ്രോബ്ലത്തിന് സൊല്യൂഷൻ നമ്മൾ പറയില്ലേ, പ്ലാൻ എ പ്ലാൻ ബി. പ്ലാൻ എ വർക്ക്ഔട്ട് ആയില്ലെങ്കിൽ നെക്സ്റ്റ് പ്ലാനിലേക്ക് പോകും. അപ്പൊ സൊല്യൂഷൻസ് കുറെ വെക്കും. അതിൽ നിന്നും ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ പിക്ക് ചെയ്യും. എന്നിട്ട് ആ സൊല്യൂഷൻ അപ്ലൈ ചെയ്ത് നോക്കും. എന്നിട്ട് അതിന്റെ റിസൾട്ട് നോക്കും, നല്ല റിസൾട്ട് ആണോ. ഇത് ആ ഒരു പ്രോബ്ലം സോൾവിങ് സ്കില്ലിലേക്ക് കുട്ടികൾ വരും. ഇപ്പൊ നമ്മൾ കൊച്ചു കുട്ടികളൊക്കെ കളിക്കുമ്പോൾ നമ്മൾ കാണാറുണ്ട്, ചിലപ്പോൾ അവര് വെള്ളം കൊണ്ട് കളിക്കുവാന്ന് വിചാരിച്ചോ, അപ്പൊ വെള്ളം കുറെ വീഴും. അവര് കണ്ടിട്ടുണ്ടാകും നിലത്ത് വീണ വെള്ളം അമ്മ തുടയ്ക്കണത് എന്തെങ്കിലും. അവർ കൈ കിട്ടുന്ന തുണി എടുത്ത് അവരതങ്ങ് തുടച്ച് വൃത്തിയാക്കാനായി ആ ഒരു പ്രോബ്ലം അവർ സോൾവ് ചെയ്യും. അങ്ങനെ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പൊ സൊല്യൂഷൻസ് കണ്ടുപിടിക്കും. അതാണ് അടുത്ത സെക്കൻഡ് ഡൊമൈൻ ഏരിയ പറഞ്ഞത്.
പിന്നെ ഡെവലപ്മെന്റ് ഓഫ് സെൻസേഷൻ ആൻഡ് പെർസെപ്ഷൻ, ഭയങ്കര ഒരു എന്താ പറയാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ആണ്. നമ്മുടെ സെൻസറി ഓർഗൻസ് ഉണ്ടല്ലോ, ലൈക്ക് ടച്ച്, പെയിൻ, വിഷൻ, അങ്ങനെ നമ്മുടെ ഓരോ ആ സെൻസറി അതെല്ലാം ആ സെൻസേഷൻ ഒക്കെ അവർക്ക് കിട്ടും. അത് സെൻസ് ചെയ്തിട്ട് അതിനെ വ്യൂ ചെയ്യുന്നത് ശരിക്കും ബ്രെയിൻ ആണ് അതിന്റെ ഒരു പെർസെപ്ഷൻ എടുക്കുന്നത് അല്ലെ. ബ്രെയിൻ എന്നിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക നമ്മുടെ ബോഡിയുടെ പല ഭാഗങ്ങളിലേക്കും. ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ചെറിയ ക്ലാസ്സിൽ പോകുന്ന കുട്ടിയും ഗ്രാൻഡ് പാരന്റ്സുമായിട്ട് ഭയങ്കര അടുപ്പായിരുന്നു എന്ന് വിചാരിച്ചു. അപ്പം അമ്മുമ്മയാണെന്ന് കരുതുക. കുറെ നാൾ അവിടെ നിന്നു. അപ്പൊ അവിടെ അമ്മുമ്മ ഉണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണമൊക്കെ കഴിച്ചാൽ അതിന്റെ ടേസ്റ്റ് ഒക്കെ കുട്ടിക്ക് നല്ല അറിയാം. ടേസ്റ്റും അതിന്റെ സ്മെല്ലൊക്കെ അറിയായിരുന്നായിരിക്കും. കുട്ടി ഒരു ദിവസം സ്കൂളിൽ നിന്ന് വരുമ്പോ അമ്മുമ്മ വീട്ടിൽ വന്ന് കുട്ടിയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പായസം ഉണ്ടാക്കുന്ന വിചാരിച്ചു. എന്റെ എക്സാമ്പിൾ പറഞ്ഞാണേ, പായസം ഉണ്ടാക്കും. അപ്പൊ ഇതിന്റെ മണം കുട്ടിക്ക് ശരിക്കും കിട്ടുക. അതിന്റെ സെൻസേഷൻ വർക്ക് ചെയ്തു. അപ്പം അതിന്റെ പെർസെപ്ഷൻ പിന്നെ വർക്ക് ചെയ്യുവാണ്. അമ്മുമ്മ വന്നിട്ടുണ്ട് എന്ന് ബ്രെയിൻ അതിന് സിഗ്നൽ കൊടുക്കുക. അമ്മുമ്മ ഉണ്ടാക്കുന്ന അതേ പായസത്തിന്റെ മണം കുട്ടി തിരിച്ചറിയുവാണ്. ദാറ്റ് ഇസ് എക്സാമ്പിൾ പറഞ്ഞാൽ ഡെവലപ്മെന്റ് ഓഫ് സെൻസേഷൻ ആൻഡ് പെർസെപ്ഷൻ. അപ്പം ഓരോന്നിന്റെ സ്മെല്ല് മനസ്സിലാക്കണോ, അല്ലെങ്കിൽ ടച്ച് ചെയ്യുമ്പോൾ മനസ്സിലാക്കണം. ഇങ്ങനെ കണ്ണ് ആരാന്ന് മനസ്സിലായോ എന്നൊക്കെ ചോദിക്കുക. അങ്ങനത്തെ കളികളൊക്കെ കളിക്കാറില്ലേ കുട്ടികളായിട്ട്? അത് അവര് ചിലപ്പോ ടച്ചിൽ നിന്ന് ആരാന്ന് മനസ്സിലാക്കും, അല്ലെങ്കിൽ ശബ്ദത്തിൽ നിന്ന് മനസ്സിലാക്കും. ശബ്ദം വേറൊരാളാണ് പറഞ്ഞ് വേറൊരാളെ കണ്ണു മൂടുന്നെങ്കിൽ ടച്ചിൽ നിന്ന് അവർ പെട്ടെന്ന് തന്നെ ഐഡന്റിഫൈ ചെയ്യും. അതാണ് സെൻസേഷൻ ആൻഡ് പെർസെപ്ഷൻ. പെർസെപ്ഷൻ ബ്രെയിൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാണ് കിട്ടുന്ന സെൻസേഷൻ അനുസരിച്ച്. പിന്നെ മെമ്മറി ഡെവലപ്പ് ചെയ്തു. നല്ലതും കുറെ ഓർമ്മയുണ്ടാവും. ചില കുട്ടികൾക്കൊക്കെ എത്ര ഏജ് ആയാലും ചെറിയ ഏജിലെ ചില കാര്യങ്ങളൊക്കെ ഓർമ്മ വരുമല്ലോ. പിന്നെ ചിന്തിക്കാനും അതിനെപ്പറ്റി കൂടുതൽ ലോജിക്കലായിട്ട് അനലൈസ് ചെയ്യാൻ തിങ്കിങ് ആൻഡ് റീസണിങ് അത് ഡെവലപ്പ് ചെയ്യുന്നു. പിന്നെ ഇമാജിനേഷൻ, ഒരു വേൾഡ് എക്സ്പ്ലോർ ചെയ്യുമ്പോൾ അവർക്ക് പല ഇമാജിനേഷൻസ് ഉണ്ടാവും. അതിന്റെ ഡെവലപ്മെന്റ് ആയിരിക്കും. പിന്നെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാനായിട്ട് തുടങ്ങും. ഇതാണ് മെന്റൽ ഡെവലപ്മെന്റിന്റെ ഏരിയാസ് ആയിട്ട് പറഞ്ഞത്. ഫസ്റ്റ് കൺസെപ്റ്റ് ഫോർമേഷൻ, പല സിറ്റുവേഷനിൽ നിന്നും പല എക്സ്പീരിയൻസിൽ നിന്നും കുറെ കാര്യങ്ങൾ ലേൺ ചെയ്യുന്നു. പിന്നെ പ്രോബ്ലം സോൾവിങ്, പ്രോബ്ലംസ് വേണ്ടുന്ന സൊല്യൂഷൻസ് കണ്ടുപിടിക്കുന്നു. പിന്നെ സെൻസേഷൻ ആൻഡ് പെർസെപ്ഷൻ, സെൻസസ് എബിലിറ്റി ടു ഡിറ്റക്ട് സെൻസ്, സ്മെൽ, മണം, അതങ്ങനെ ടച്ച്, അങ്ങനെ ഓരോ കാര്യങ്ങളും അവർക്ക് മനസ്സിലാകുന്നു. അത് അവർ പെർസീവ് ചെയ്യുന്നു. മെമ്മറിയുടെ ഡെവലപ്മെന്റ്, പിന്നെ തിങ്കിങ് ആൻഡ് റീസണിങ്, ഇമാജിനേഷൻ, ദെൻ ലാംഗ്വേജ് ഡെവലപ്മെന്റ്. റിലേറ്റ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. നമുക്ക് നെക്സ്റ്റ് ഇതിലേക്ക് പോവാം. മാം പറഞ്ഞ പോലെ തന്നെ യൂറിൻ പാസ് ചെയ്തിട്ട് അവിടെ എടുക്കുമ്പോ ഏതെങ്കിലും തുണി കാണുമ്പോ അപ്പൊ എടുത്ത് തുടക്കും. നമ്മ തുടക്കുമല്ലോ. അതുപോലെ തന്നെ അവിടെ നിന്ന് ചിലപ്പോ അവന്റെ ഇത് ടർക്കി അങ്ങനത്തെ വല്ലതും ഒക്കെ ആയിരിക്കും. അവൻ അപ്പൊ അതെടുത്ത് തുടക്കല അവന്റെ പണി. പിന്നെ എന്റെ വാപ്പാടെ സൗണ്ട് കേൾക്കുമ്പോ ഇതുപോലെ തന്നെ ഏത് ഉറക്കത്തിലാണേലും അവൻ അപ്പ ചാടി നീക്കും. പാപ്പാന്ന് വിളിച്ചിട്ട് ഒറ്റ നീക്കില്ല. നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും പലതും അല്ലെ. ഓക്കെ, നെക്സ്റ്റ് പ്രൊവൈഡിങ്. ഇനി കുറെ അമ്മമാരും ടീച്ചർമാരും ഒക്കെ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളാണ്. പ്രൊവൈഡിങ് എ നർച്ചറിങ് ആൻഡ് സ്റ്റിമുലേറ്റിംഗ് എൻവയോൺമെന്റ് അറ്റ് ഹോം. വീട്ടിലുള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അവർക്ക് വളരാൻ നർച്ചറിങ്, അവർക്ക് വളരാനും അവർക്ക് കൂടുതൽ അവരെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ, അവരെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള എൻവയോൺമെന്റ് വീട്ടിലെങ്ങനെ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളത്. 4 പോയിന്റ്സ് ഉണ്ട്. നിങ്ങൾ കുറച്ച് 30 പേര് ഉണ്ടല്ലോ, ആരെങ്കിലും പേരൊന്നും പറയണില്ല, ഫസ്റ്റ് 2 പോയിന്റ്സ് ഒന്ന് പറയുക. അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നവരെ റിലേറ്റ് ചെയ്യുക. അതിന്റെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. Anyone? By giving them the opportunity to explore and experiment. By talking to them and boost them to talk. അവർക്ക് എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്യാൻ, ഒറ്റക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് പരീക്ഷണങ്ങളൊക്കെ ചെയ്ത് നോക്കാനൊക്കെ നമ്മൾ ചാൻസ് കൊടുക്കുക. പിന്നെ അവർക്ക് സംസാരിക്കാനും നമ്മൾ അതിനുള്ള പ്രോത്സാഹനം കൊടുക്കുക. ഓപ്പർച്യൂണിറ്റീസ് ഒന്നും നമ്മൾ തടയരുത് അല്ലെ, ഒക്കെ എക്സ്പ്ലോർ ചെയ്യാനും അങ്ങനെയുള്ളത്. പക്ഷെ എന്തെങ്കിലും അപകടം അങ്ങനെ അതല്ല, അവർ ചെയ്യുന്നത് ചെയ്തോട്ടെ. ആ ഒരു രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റീസ് എല്ലാം കൊടുത്ത് അവർ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുക.
അതുപോലെ തന്നെ സംസാരിക്കുന്നത്. ഇപ്പൊ എന്താ വെച്ചാൽ കൂടുതലും മൊബൈൽ ഫോൺ കൂടുതലായതുകൊണ്ട് പലപ്പോഴും പലരും ഫോണിൽ ബിസി ആയിരിക്കും. കുട്ടിയോട് സംസാരിക്കാൻ ആ ഒരു കാലഘട്ടം ആയിട്ടുണ്ട്. പക്ഷെ അത് മാറ്റി വെക്കുക, കുട്ടിയോട് സംസാരിക്കുക. നെക്സ്റ്റ് 2 പോയിന്റ്സ് അല്ലെങ്കിൽ വായിച്ചു. By allowing them to ask questions and arousing their curiosity, by indulging in dialogues and communicate with them. ഫസ്റ്റ് പോയിന്റ് എന്ന് വെച്ചാല് അവരെപ്പോഴും ക്യൂരിയോസിറ്റിയോട് കൂടി നമ്മളുടെ അടുത്ത് കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കും. ചിലപ്പോൾ നമ്മൾ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിൽ നമുക്ക് ദേഷ്യം വരും. പക്ഷെ അങ്ങനെ കാണിക്കരുത്. അവരുടെ ക്യൂരിയോസിറ്റി പലതും അറിയാനുള്ള ആഗ്രഹം കാണും. അപ്പൊ അത് അവരെ അലോ ചെയ്യണം, ചോദിക്കാനും നമ്മൾ പറഞ്ഞു കൊടുക്കാനും ശ്രമിക്കണം. സെക്കൻഡ് എന്ന് പറയുന്നത് ബൈ ഇൻഡൽജിങ് ഇൻ ഡയലോഗ്സ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദം. അവരോടൊപ്പം അവർ സംസാരിക്കുന്ന കണക്കൊക്കെ ആയാലും കറക്റ്റ് നമ്മുടെ ലാംഗ്വേജിൽ അങ്ങ് സംസാരിക്കാതെ അവർ സംസാരിക്കുന്നത് പോലെയൊക്കെ ആയാലും അവരോടൊപ്പം കുറെ നേരം സംസാരിക്കാനും ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം അവരുടെ ക്വസ്റ്റ്യൻസ് ഒന്നും നമ്മൾ തടയരുത്, അതെല്ലാം നമ്മൾ ആൻസർ ചെയ്യണം. അവരുടെ ഏജിന് അനുസരിച്ച് ഉള്ള ഒരു മറുപടി ആയിരിക്കണം കൊടുക്കേണ്ടത്. ചിലപ്പോൾ അവർക്ക് പല കാര്യങ്ങളെ കുറിച്ചും ഡൗട്ട്സ് ഉണ്ടായിരിക്കും. അതിന് അവരുടെ ഏജിനനുസരിച്ച് അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ അത് പറഞ്ഞു കൊടുക്കും. പിന്നെ അതുപോലെ തന്നെ പലപ്പോഴും അവരുമായിട്ടൊരു കോൺവെർസേഷൻ നല്ല രീതിയിൽ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഞാനൊരു വീഡിയോ കണ്ടത്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. ഒരു സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി, ടീനേജ് ഒന്നും ആയിട്ടുള്ള ചെറിയ പ്രായമാണ്, ലൈക്ക് നല്ല എഴുതും, ഒരു 4ാം ക്ലാസ് 5ാം ക്ലാസ് ആ ഒരു. അപ്പൊ ആ കുട്ടി പാരന്റ്സിന്റെ അടുത്ത് വന്നിട്ട് സെക്സ് എന്താന്ന് ചോദിക്കുക. പാരന്റ്സ് ഭയങ്കരമായിട്ട് കുട്ടിയെ വഴക്ക് പറയുവാണ്. കുട്ടി ഇത് കേട്ട് അയ്യോ ഞാനിത് ചോദിക്കാൻ പാടില്ലായിരുന്നല്ലോ എന്നുള്ള അർത്ഥത്തിൽ കുട്ടി തിരിച്ചു പോയി. കുറച്ച് കഴിഞ്ഞ് പാരന്റ്സ് വന്ന് നോക്കുമ്പോൾ സ്കൂളിൽ നിന്ന് ഒരു ഫോം കൊടുത്തിട്ടുണ്ടായിരുന്നു. കുട്ടി അത് ഫില്ല് ചെയ്യായിരുന്നു. അതിൽ സെക്സ് എന്നുള്ള കോളം ഉണ്ടായിരുന്നു. അപ്പൊ അത് എന്താ ചെയ്യേണ്ടതെന്ന് കുട്ടിക്ക് അറിയില്ല. അപ്പൊ അതാണ് കുട്ടി വന്ന് ചോദിച്ചത്. പക്ഷെ വന്ന് ചോദിച്ചത് അബദ്ധമായി എന്നുള്ള രീതിയിൽ കുട്ടി പിന്നെ, അപ്പം പാരന്റ്സ് ആകെ അയ്യോ ഇതായിരുന്നോ എന്നുള്ള ഒരു രീതിയിൽ അവർ ആദ്യം കുട്ടിയുടെ നേരെ ഷൗട്ട് ചെയ്യുമായിരുന്നു. അല്ല, അവരതിന്റെ കാരണം കണ്ടെത്തിയില്ല, എന്തിനാണെന്നോ അങ്ങനെ എന്താ ചോദിക്കുന്നതെന്നൊന്നും ചോദിച്ചില്ല. കുറച്ച് ഫോം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ ഒരു കോളം ഉണ്ടല്ലോ ജെൻഡർ ചോദിക്കുന്ന, സെക്സ് എന്നുള്ള കോളം, അതായിരുന്നു കുട്ടി ഉദ്ദേശിച്ചത്. അങ്ങനെ കുട്ടികൾ ഏത് രീതിയിലുള്ള ഡൗട്ട്സ് ചോദിക്കുവാണെങ്കിലും, എന്റെ മോൻ എന്നോട് ചോദിച്ചൊരു ഡൗട്ടായിരുന്നു. കുഞ്ഞായിരുന്ന സമയത്ത്, ഒരു 3.5-4 വയസ്സ് അത്രയും കണ്ടേ. അവൻ വീട്ടിലിപ്പോ ഞങ്ങൾ 4 പേര്, ഹസ്ബൻഡ്, ഞാൻ, മോള്, മോൻ. അപ്പം അവൻ എന്നോട് ചോദിച്ചു, ഞങ്ങൾക്ക് എനിക്കും അച്ഛനും ചെസ്റ്റിന്റെ ഭാഗം ഫ്ലാറ്റ് ആണ്, അമ്മയ്ക്ക് എന്താ ഇങ്ങനെ എന്ന് ചോദിച്ചു. അന്ന് 4 വയസ്സെങ്ങാണ്ടേ കഴിഞ്ഞിട്ടുള്ളൂ. അത് നമ്മളത് പറഞ്ഞു കൊടുക്കണമല്ലോ. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു, നിങ്ങൾ കുഞ്ഞുങ്ങളെ ജനിക്കുമ്പോ നിങ്ങൾക്ക് പല്ലില്ലല്ലോ, അന്ന് പറഞ്ഞു കൊടുക്കേണ്ട ആ രീതിയിൽ പല്ലില്ല, അപ്പൊ നിങ്ങൾക്ക് എല്ലാ ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റില്ല. അതിനു വേണ്ടി നാച്ചുറൽ ആയിട്ട് അമ്മമാർക്ക് കുട്ടികൾക്ക് പാല് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയെന്ന് പറഞ്ഞു. അവൻ വളരെ സാറ്റിസ്ഫൈഡ് ആയി ആ മറുപടിയിൽ. ഇപ്പൊ ആള് ടീനേജ് ആയി, പക്ഷെ ആ ഒരു ടൈമില് കുട്ടിക്ക് വന്ന ഒരു ഡൗട്ട് സ്വാഭാവികമായിട്ടുള്ള ഒരു ഡൗട്ടാണല്ലോ. അപ്പം ആ സമയത്ത് കുഞ്ഞിനെ വഴക്ക് പറയാനോ പോയി കളിക്കുന്നോ അങ്ങനെ പറഞ്ഞ് നമ്മൾ തിരുത്താതെ ആ ഒരു ഏജിനനുസരിച്ച് അവർക്കൊരു റിപ്ലൈ കൊടുക്കണം എന്നുള്ളത് തന്നെയാണ് എന്റെ ഒരു അഭിപ്രായം കേട്ടോ. ഓക്കെ, എനിത്തിങ് എനി എന്തെങ്കിലും ഇൻസിഡന്റ് അല്ലെങ്കിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. നെക്സ്റ്റ്, പാരന്റ്സിന്റെയും ടീച്ചേഴ്സിന്റെയും റോള്. ഇപ്പൊ കുറേ പോയിന്റ്സ് അതിനകത്ത് തന്നിട്ടുണ്ട്. നിങ്ങൾ അതൊരു മെഡിറ്റേഷൻ പോലെ ഒന്ന് വായിച്ചിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പറഞ്ഞു. സ്ക്രോൾ ചെയ്യോ? യെസ്.
ഓക്കെ, കഴിഞ്ഞു. Yes, ma'am. Yes, ma'am. Yes, ma'am. മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, പാരന്റ്സ് ആൻഡ് ടീച്ചേഴ്സ് അവർക്ക് നല്ല പോലെ വളരാൻ പറ്റിയ ഒരു വാം ആൻഡ് നർച്ചറിങ് എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യും. പിന്നെ അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അങ്ങനെ ഡൂസ് ആൻഡ് ഡോൺസ്, ആ ഒരു ഇത് ചെയ്യാൻ പാടുള്ളൂ, അത് ചെയ്യാൻ പാടില്ല, അങ്ങനെയുള്ള ലിസ്റ്റ്, അങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാതിരിക്കുക. ഒരു കറക്റ്റ് അവരുടെ ആ ഒരു ഏജിനനുസരിച്ച് വേണ്ടുന്ന ഇൻസ്ട്രക്ഷൻസിലേക്ക് തന്നെ പോകും. പിന്നെ അവരുടെ ഫീലിങ്സ്, അത് നമ്മൾ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ട് തന്നെ എടുക്കണം. അവരുടെ ഫീലിങ്സ്, കുട്ടിയല്ലേ എന്നുള്ള രീതിയിൽ അവരുടെ ഫീലിങ്സ് കാണാതിരിക്കുക, അങ്ങനെയൊന്നും ചെയ്യരുത്. റെസ്പെക്ട് ദെയർ ഫീലിങ്സ്. പിന്നെ ഏജിനും അവരുടെ എബിലിറ്റിക്കും അനുസരിച്ചുള്ള ഒരു എക്സ്പെക്ടേഷൻസ് ആയിരിക്കണം, അല്ലാണ്ട് ഓവർ എക്സ്പെക്ടേഷൻ പാടില്ല എന്നുള്ളത്. നമ്മൾ പലപ്പോഴും കുട്ടികൾ ചിലപ്പോൾ ക്ലാസ്സിലെ അവരുടെ പെർഫോമൻസ്, അവരുടെ ഒരു കാലിബർ പൊട്ടൻഷ്യൽ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും, അവരുടെ ഒരു പെർഫോമൻസ് നമുക്ക് അറിയാം. പക്ഷെ കുട്ടിയെ കൂടുതൽ സ്ട്രെസ് ചെയ്യിക്കാതിരിക്കുക. പിന്നെ അതുപോലെ തന്നെ ഓവറായിട്ടുള്ള പാമ്പറിങ്, ഭയങ്കരമായിട്ട് പാമ്പർ ചെയ്യുക, അങ്ങനെ അവരാണ് എന്താ പറയാ, അവരെ കൂടുതൽ ഒക്കെ കൺസേൺ കൊടുക്കണം, പക്ഷെ അവരെ ഒരു ടോപ്പ് ലെവലിലേക്ക് കൊണ്ടുവന്ന് അവരാണ് ഫേവറേറ്റ്, ആ ഒരു രീതിയിൽ കൂടുതൽ പാമ്പർ ചെയ്യാതിരിക്കുക. പിന്നെ മറ്റു കുട്ടികളുമായിട്ട് കമ്പയർ ചെയ്യാതിരിക്കുക, അത് ഭയങ്കര ഒരു പ്രശ്നമാണ്. പിന്നെ അതുപോലെ തന്നെ അവർക്ക് അവരുടെ മെച്യൂരിറ്റി ലെവൽ എപ്പോഴും അവർ സോഷ്യലി ഇമോഷണലി എല്ലാം നല്ല രീതിയിൽ മെച്യൂർ ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യാം. പിന്നെ അവരുടെ ഓരോ ബിഹേവിയറിനനുസരിച്ച് അവരോട് കൂടുതൽ അവർ കാണിക്കുന്ന സ്വഭാവ രീതികൾ, അത് ചിലപ്പോ നല്ല രീതിയിൽ കാണാം, ചിലപ്പോ എന്തെങ്കിലും ചെറിയ പ്രശ്നമായിട്ട് കാണാം. അത് നമ്മൾ മനസ്സിലാക്കി അതിനനുസരിച്ച് ഡീൽ ചെയ്യാം. ഓക്കെ, ഇതാണ് ടീച്ചേഴ്സിന്റെ. ഇൻ ഷോർട്ട്, അവരെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഫ്രീഡം വിത്തിൻ ദ ലിമിറ്റ്സ് എന്ന് പറയുന്ന പോലെ എക്സ്പ്ലോർ ചെയ്യാനായിട്ടുള്ള ഒരു എൻവയോൺമെന്റ് അവർക്ക് പ്രൊവൈഡ് ചെയ്യും. പക്ഷെ അത് നമ്മളുടെ ഒരു ശ്രദ്ധ വേണം അതിൽ. എക്സ്പ്ലോർ ചെയ്യാന്നുള്ള വൈഡ് ആയിട്ടുള്ള എക്സ്പ്ലോറേഷൻ അല്ല, ശരിയായ രീതിയിലുള്ള എക്സ്പ്ലോറേഷൻ അവർക്ക് വേണം. നെക്സ്റ്റ്, മൈൽ സ്റ്റോൺസ് ഓഫ് ഡെവലപ്മെന്റ് ആൻഡ് സ്റ്റിമുലേറ്റിംഗ് ദ ചൈൽഡ്. ഇതിന്റെ ഡെവലപ്മെന്റ് ഒരു കുട്ടി പറയുന്ന രീതിയിൽ കുറേ പോയിന്റ് ഒക്കെ തന്നിട്ടുണ്ട്. ഒരു കുഞ്ഞ് സംസാരിക്കുന്ന രീതിയിൽ അവന്റെ ഓരോ മാറ്റവും അവനായിട്ട് നമ്മളോട് പറയുന്നതായിട്ട് പോയിന്റ്സ് കാണുന്നുണ്ട്. കുട്ടിയുടെ ഓരോ വളർച്ച, മൈൽ സ്റ്റോൺ എന്നാണ് നാഴികക്കല്ല് നമ്മൾ പറയുന്നത്. ഒരു സക്സസീവ് ആയിട്ട് ഡിഫറെന്റ് ആസ്പെക്ട് ആ ഒരു ഡെവലപ്മെന്റിലെയാണ് നെക്സ്റ്റ് പറയുന്നത്. ഒരു കുഞ്ഞു പറയുന്നതായിട്ടാണ് നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് പറ്റുന്നത്. കുറേ പോയിന്റ്സ് ഉണ്ട് ആ കുട്ടി പറയുന്ന രീതിയിൽ, കുറെ കാര്യങ്ങൾ അതിനകത്ത് വരുന്നത്. 22 പോയിന്റ്സോളം ഉണ്ട്. ഓക്കെ, കുറെ പോയിന്റ്സ് ഉണ്ട്, ഞാൻ ആരെ കൊണ്ട് വായിപ്പിക്കുന്നില്ല, നമുക്ക് ജസ്റ്റ് അങ്ങ് ഒരുമിച്ച് പറഞ്ഞു പോവാം. ഫസ്റ്റ് കുട്ടി പറയുവാണ്, ഐ ആം 6 months ഓൾഡ്. 6 മാസം എന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാം, കുഞ്ഞ് ആ ഒരു 6 മാസം ആവുമ്പോൾ കുട്ടികളുള്ള എല്ലാ അമ്മമാർക്കും അല്ലെങ്കിൽ കുട്ടികള് നമ്മുടെ ഫാമിലിയിലുള്ളവര്, അടുത്തുള്ളവര്, നമ്മൾ കുഞ്ഞുങ്ങളുമായിട്ട് ഇടപഴകുന്നവരാണെങ്കിൽ എല്ലാവർക്കും അറിയാം ഓരോ ഏജിലും കുട്ടി കാണിക്കുന്ന കാര്യങ്ങൾ. കുഞ്ഞ് പറയുന്നതായിട്ട്, ഐ ആം 6 months ഓൾഡ്, ഐ ക്യാൻ സിറ്റ്, ഐ ലവ് ടു ലുക്ക് അറ്റ് ഇൻട്രസ്റ്റിംഗ് മൊബൈൽ ഫോൺസ് ഓൺ ക്രൈഡിൽ. ഇപ്പോഴത്തെ ഒരു ജനറേഷൻ വെച്ചിട്ടാണ് അത് പറഞ്ഞിരിക്കുന്നത്. ജനിച്ചു വീഴുന്ന പല കുട്ടികളുടെ കയ്യിലും മൊബൈൽ ഫോൺസ് കാണാല്ലേ, അത് ഒഴിവാക്കുക എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം വെച്ചാൽ ഭക്ഷണം കഴിക്കണമെങ്കിൽ അത് വെച്ചു കൊടുക്കണം എന്നൊക്കെ അമ്മമാര് വളരെ അഭിമാനത്തോടെ പറയുന്നത് കേൾക്കാറുണ്ട്. അപ്പൊ ഒരു 6 months ഓൾഡ് എന്ന് പറയുമ്പോൾ ഐ ക്യാൻ സിറ്റ്, എനിക്ക് ഇരിക്കാനായിട്ട് പറ്റും. മൊബൈൽ ഫോൺസ് നമുക്ക് ഒഴിവാക്കാം. ഇൻട്രസ്റ്റിംഗ് തിങ്സ് അതിലേക്ക് നോക്കാനായിട്ട് ഇഷ്ടപ്പെടും. തൊട്ടിലിൽ കിടക്കുകയാണെങ്കിൽ തൊട്ടിൽ ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന ഒരു സാധനം വെച്ചു കൊടുക്കില്ലേ പലപ്പോഴും കുട്ടികൾക്ക്, അതിങ്ങനെ അനങ്ങുന്നത്, കാറ്റത്ത് അനങ്ങുന്നത്. അപ്പൊ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും അങ്ങനെ മൂവിങ് കളർഫുൾ ആയിട്ടുള്ള സാധനങ്ങളിലേക്ക് നോക്കാനായിട്ട്. ഐ ട്രൈ ടു ഗ്രാസ്പ് തിങ്സ് ഇൻ മൈ ഹാൻഡ്. നമ്മൾ പറഞ്ഞ പോലെ ഫൈൻ ആൻഡ് ഗ്രോസ് മോട്ടോർ സ്കിൽസ്. ഐ ലവ് ടു ഹോൾഡ് ആൻഡ് ഷേക്ക് റാറ്റിൽ. റാറ്റിൽ എന്നാണ് ബേബി സ്ട്രോ ഇല്ലേ, ഇങ്ങനെ ഒരു തരം കിലുക്കാൻ പറ്റി അങ്ങനെ സാധനമില്ലേ, ഇങ്ങനെ കിലുക്കി അതിന്റെ ശബ്ദം അത് ശ്രദ്ധിക്കും, അത് കയ്യിൽ പിടിക്കാനായിട്ട് ഇഷ്ടപ്പെടും. ഓക്കെ, കുറെ നേരം കഴിയുമ്പോൾ അവരുടെ കയ്യും താഴെ വീഴും. അവർക്ക് ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി, എത്ര നേരം ഹോൾഡ് ചെയ്യാൻ പറ്റും അത് ഓരോ ഏജ് കഴിയുമ്പോഴാണ്. പിന്നെ ഐ എക്സ്പ്രസ് മൈസെൽഫ്. അവർക്ക് അവരുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ചിരിക്കും, കരയും, കളിക്കും, അങ്ങനെ.
പിന്നെ ഐ ലവ് ടു ഇമിറ്റേറ്റ് റിപ്പിറ്റേറ്റീവ് സൗണ്ട്സ് ലൈക്ക് ബാബ, അങ്ങനെ ചില സൗണ്ട്സ് അവർ ഭയങ്കരമായിട്ട് റിപ്പീറ്റ് ചെയ്യും അല്ലെ, അങ്ങനെ ചെയ്യും. പിന്നെ ടാറ്റ അതൊക്കെ പറയും. പിന്നെ ക്രൈയിങ്, പാപ്പ, ദാദ, അങ്ങനെ പല ശബ്ദം. പിന്നെ ഒരു കൂയിങ് ശബ്ദം, അതായത് ഒരു സോഫ്റ്റ് ലവിങ് ശബ്ദമൊക്കെ ഉണ്ടാക്കും ചില സമയത്ത് അമ്മയെ കാണിച്ചിരിക്കും. ഐ സ്മൈൽ സീയിങ് മൈ മദർ. ഐ ലവ് ടു പ്ലേ PK ബൂ എന്ന് വെച്ചാൽ ഹൈഡ് ആൻഡ് സീക്ക്, ഒളിച്ച് കളിക്കൂലേ കുട്ടികളെ കൊണ്ട്, ഒളിച്ചേ കണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മള് കളിക്കുന്നു. ഐ ബിഗിൻ ടു സെർച്ച് ഫോർ ദ ഒബ്ജെക്ട്സ് ആസ് ദേ മൂവ് ഔട്ട് ഓഫ് സൈറ്റ്. നമ്മൾ അവർ കാണാതെ എന്തെങ്കിലും മാറ്റി പിടിക്കും. അവരുടെ കളിക്കുന്ന ഏതെങ്കിലും ടോയ് ഒന്ന് മാറ്റി പിടിക്കുമ്പോഴേക്കും അവരത് കണ്ടുപിടിക്കാനായിട്ടുള്ള ശ്രമം നടത്തും. ഐ ലവ് ടു പ്ലേ ദ ഗെയിം ഹൈഡ് ആൻഡ് സീക്ക്. ഒരു ഏജ് വരെ ഈ ഒരു ഹൈഡ് ആൻഡ് സീക്ക് പ്ലേ ഭയങ്കര ഇഷ്ടമായിരിക്കും. നെക്സ്റ്റ് 6 മന്തിന്റെ തുടങ്ങി 1 ഇയർ വരെയുള്ള ടൈം കഴിഞ്ഞു. 1 ഇയർ ഓൾഡ് നൗ. ഐ ക്യാൻ റൺ. ഐ ലവ് ടു ജംപ്. ഐ ഹോപ്പ് എന്ന് പറഞ്ഞാൽ ചാടി ചാടി ഇങ്ങനെ പോവാ. ആൻഡ് റൺ ഇൻ ആൻ ആംപിൾ സ്പേസ്. അപ്പൊ കൊടുത്തിരിക്കുന്ന കൂടുതൽ സ്ഥലത്ത് ഓടാനായിട്ട് ഇഷ്ടമായിരിക്കും, പറ്റും. ഐ ക്യാൻ ക്ലൈംബ് സ്റ്റെയർസ് വിത്ത് സപ്പോർട്ട്. സ്റ്റെയർസ് ക്ലൈംബ് ചെയ്യാനായിട്ട് തുടങ്ങും. ബോൾ ഗെയിംസ്. ഐ ലവ് ടു പ്ലേ ബോൾ ഗെയിംസ്. ഐ ക്യാൻ ടോക്ക് ടു മാമ ഗോഡ്. മാമ ഗോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്യാരക്ടറാണ്. ലൈക്ക് നമ്മളുടെ എന്താ പറയാ, സ്ട്രിക്ട് മദർ, അങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു അമ്മയാണ് ഈ മാമ ഗോഡ് എന്ന് പറയുന്നത്. ഒരു കാർട്ടൂൺ ക്യാരക്ടറോ ഏതോ ഒരു ഫിക്ഷന്റെ ക്യാരക്ടറോ എന്നാണ് മാമ ഗോഡ് എന്ന് പറയുന്നത്. ഈ ഇല്ല, ശരിക്കും MAGON വരെ എഴുതും. സ്ട്രിക്റ്റ് മദർ ആണത്. ആ ക്യാരക്ടർ ആയിട്ടുള്ള അമ്മ ഒരു സ്ട്രിക്റ്റ് ആണ്. അപ്പം ഐ ക്യാൻ ടോക്ക് ടു മാമ ഗോഡ്. ഐ ലവ് ടു പ്ലേ വിത്ത് ടോയ്സ് വിച്ച് ഐ ക്യാൻ മാനിപ്പുലേറ്റ്. അതായത് നമ്മൾ ഈ ടോയ്സ് വാങ്ങിക്കൊടുക്കുന്ന വെച്ചായിരിക്കില്ല ചിലപ്പോ കളിക്കുന്നത്. സ്പൂണോ തവിയോ പാത്രമോ കലോ ഒക്കെ വെച്ചിട്ട് അങ്ങനെ ജസ്റ്റ് അത് കുട്ടിയുടെ ഇമാജിനേഷൻ അനുസരിച്ച് കളിക്കാനായിട്ട് തുടങ്ങും. പിന്നെ ഐ ക്യാൻ ഡ്രിങ്ക് മിൽക്ക്, ആസ്ക് ഫോർ ഫുഡ്. വിശക്കുമ്പോ ഭക്ഷണം ചോദിക്കും. ആൻഡ് ഐ ലവ് ടു ഹെൽപ്പ് മൈ മദർ ഇൻ ഹെയർ ഡെയിലി ടൂൾസ്. അമ്മ ചെയ്യുന്ന കാര്യങ്ങൾ, ഇപ്പൊ അതാ പറഞ്ഞ യൂറിൻ പാസ് ചെയ്യുമ്പോ തുണി തന്നെത്താൻ എടുത്ത് തുടയ്ക്കും. പിന്നെ അമ്മ തുണി മടക്കിക്കൊണ്ടിരിക്കുമ്പോ അവിടെ തുണി മടക്കാനായിട്ട് നോക്കും. അങ്ങനെ ഉള്ള കാര്യം. പിന്നെ ടോയ്സ്, ചെതറി കിടക്കുന്ന ടോയ്സ് ഇങ്ങനെ ബാസ്കറ്റിൽ എടുത്തിടുവോ കൊട്ടയിലൊക്കെ എടുത്തിടുവാണെങ്കിൽ അതൊക്കെ ചെയ്യും. ഐ ക്യാൻ ഫോളോ സിമ്പിൾ ഇൻസ്ട്രക്ഷൻസ് ഓഫ് മൈ ഏജ്. പറയുന്ന ചില ഇൻസ്ട്രക്ഷൻസ് അവർ നല്ലപോലെ ഫോളോ ചെയ്യും. ഐ ലവ് ടു ബി വിത്ത് ദ അതർ ചിൽഡ്രൻ. അവരുടെ പ്രായ കുട്ടികളെ കാണുമ്പോഴോ അല്ലെങ്കിൽ ജസ്റ്റ് മുതിർന്ന കുട്ടികളെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമായിരിക്കും അവരുമായിട്ടൊക്കെ ഇരിക്കാൻ. ഐ ക്യാൻ എക്സ്പ്രസ് മൈ ടോയ്ലറ്റ് നീഡ്സ്. അപ്പം ടോയ്ലറ്റ് നീഡ്സ് യൂറിൻ പാസ് ചെയ്യാനും അതിനൊക്കെ അതൊക്കെ പറയാനും അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സയൻസിലൂടെ അത് എക്സ്പ്രസ് ചെയ്യാൻ അവർക്ക് പറ്റും. ആൻഡ് 3 years old. I can jump, hop and run. I love to dance at the beat of music. അപ്പോൾ എന്തെങ്കിലും മ്യൂസിക് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് താളം പിടിച്ച് ഡാൻസ് ചെയ്യും. ആൻഡ് 4 years old. I can ride a bicycle. I love to ride a tricycle. 4 years ആകുമ്പോൾ നമ്മൾ കുട്ടിക്ക് ഒരു 3 ചക്രമൊക്കെയുള്ള പോലത്തെ സൈക്കിളൊക്കെ വാങ്ങിച്ചു കൊടുക്കുമല്ലോ. പിന്നെ ഐ ക്യാൻ ഡ്രസ് ആൻഡ് അഡ്രസ്. തന്നെത്താൻ അവർ ചിലപ്പം ഡ്രസ്സ് ഊരാനും ഡ്രസ്സ് ഇടാനും ഒക്കെ കുറെയൊക്കെ ചെയ്യും. ചിലപ്പോൾ ബട്ടണൊക്കെ അങ്ങോട്ട് ബട്ടൺ ഉള്ളതാണെങ്കിൽ ബട്ടണൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡിസോർഡർ ആവുമെങ്കിലും they love to do that. I love to dress and undress myself. I can identify objects. ഒബ്ജക്ട്സ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് തുടങ്ങും. പല മെറ്റീരിയൽസ് ഒക്കെ ആയിട്ട് കളിക്കാനായിട്ട് തുടങ്ങും. ലൈക്ക് അനിമൽസ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ആൻഡ് എക്സ്പ്ലോർ ദ ടെക്സ്ചർ, സൈസ് ആൻഡ് ഷേപ്പ്. അപ്പോൾ ഓരോന്നും കാണുമ്പോൾ അതിന്റെ സൈസ് എത്രയാണ്, ഷേപ്പ് ഇതാണ്, ഈ ഒരു ഷേപ്പാണ് ആ ഒരു സാധനത്തിൽ എന്നുള്ളതൊക്കെ മനസ്സിലാവും. ഐ ക്യാൻ സ്പീക്ക് ഇൻ സെന്റൻസസ് ആൻഡ് എക്സ്പ്രസ് മൈ ഫീലിംഗ്സ് ആൻഡ് നീഡ്സ്. ഇപ്പം വാക്കുകൾ പറഞ്ഞുകൊണ്ടിരുന്ന വാചകങ്ങൾ സെന്റൻസിലേക്കായി മാറും. അവരുടെ ഫീലിങ്സും ഇതെല്ലാം നീഡ്സും എല്ലാം അവരതിലൂടെ എക്സ്പ്രസ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ കുത്തിവരയ്ക്കാനൊക്കെ തുടങ്ങും. കൈ കിട്ടുന്ന പേന പെൻസിലൊക്കെ കിട്ടുവാണെങ്കിൽ ഐ ലവ് ടു സ്ക്രൈബ് ആൻഡ് കളർ യൂസിങ് ക്രയോൺസ് യൂസ് ചെയ്ത് കളർ ചെയ്യാനായിട്ട് തുടങ്ങും. നെക്സ്റ്റ് ഐ ക്യാൻ ടേക്ക് കെയർ ഓഫ് മൈ ടോയ്ലറ്റ്. ടോയ്ലറ്റിൽ പോയി ആ കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് തുടങ്ങും. ഐ ലവ് ടു പ്ലേ വിത്ത് ചിൽഡ്രൻ ഓഫ് മൈ ഏജ്. ഐ ലവ് ടു ലിസൺ ടു സ്റ്റോറീസ് ഓഫ് അനിമൽസ്. ഐ ലവ് ടു ലിസൺ റൈംസ്. ഒരു 3 years ഒക്കെ ആകുമ്പോഴേക്കും കുട്ടികൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു തുടങ്ങും. നമ്മളുടെ ഈ പാർട്ട് 2 മൊഡ്യൂൾ 1 പാർട്ട് 2 4th യൂണിറ്റ് ആണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്. സോ അതിന്റെ ക്വസ്റ്റ്യൻസ് നാളെ മോർണിംഗ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുമായിരിക്കും. പിന്നെ ഇത്
ഒരു കുട്ടിയുടെ എന്താ പറയാ വ്യൂവിൽ തന്നെ അതിന്റെ ഡെവലപ്മെന്റ്, കുട്ടിയുടെ ഡെവലപ്മെന്റിന് മൈൽ സ്റ്റോൺസ് ആണ് 23 പോയിന്റ്സ് ആയിട്ട്. ഞാനത് സ്ക്രോൾ ചെയ്തില്ലല്ലോ, നിങ്ങൾ പറയാറില്ലേ 14 ഒക്കെ വരെയല്ലേ കണ്ടുള്ളൂ. ഐ ക്യാൻ എക്സ്പ്രസ് മൈ ടോയ്ലറ്റ് നീഡ്സ്, ഐ ആം 3 years old, ഐ ക്യാൻ ജംപ്, ഹോപ്പ് ആൻഡ് റൺ, ഐ ലവ് ടു ഡാൻസ് അറ്റ് ദ ബീറ്റ് ഓഫ് മ്യൂസിക്, I am 4 years old. I can ride a bicycle. I love to ride tricycle. ഓരോ ഏജിനും കുട്ടിക്ക് ഓരോ രീതിയിലുള്ളത് വാങ്ങിച്ചു കൊടുക്കുമല്ലോ. പിന്നെ ഡ്രസ് ചെയ്യാനും അൺഡ്രസ് ചെയ്യാനായിട്ട് തുടങ്ങും. യെസ്, അൻസൽ എന്തെങ്കിലും പറയാനാണോ? ഐ ക്യാൻ ഒബ്ജക്ട്സ് ഐഡന്റിഫൈ ചെയ്യാൻ തുടങ്ങും. അനിമൽസ്, ഫ്രൂട്ട്സ് അങ്ങനെയുള്ളതൊക്കെ ആയിട്ടൊക്കെ കളിക്കാനായിട്ട് തുടങ്ങും. വെജിറ്റബിൾസ്, അതിന്റെ ടെക്സ്ചറും സൈസും ഷേപ്പും ഒക്കെ മനസ്സിലാക്കും. സെന്റൻസ് ആയിട്ട് പറയാൻ തുടങ്ങും. വേർഡ്സ് ചെയ്യുന്ന സെന്റൻസിലേക്കുള്ള മാറ്റം, സ്പെല്ലിങ്സ് ഒക്കെ അതിലൂടെ എക്സ്പ്രസ് ചെയ്യും. സ്ക്രൈബ് ചെയ്യാൻ തുടങ്ങും, കുത്തിവര അങ്ങനത്തെ കാര്യങ്ങള്, ഭിത്തിയിലൊക്കെ വരയ്ക്കാനൊക്കെ തുടങ്ങും. ആ സമയത്ത് ക്രയോൺസ് വെച്ച് കളർ ചെയ്യാൻ തുടങ്ങും. ആ സമയത്ത് നമ്മൾ അങ്ങനെയുള്ള ബുക്കൊക്കെ വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് തന്നെ ചെയ്തോളും. ടോയ്ലറ്ററി നീഡ്സ് എല്ലാം ടേക്ക് കെയർ ചെയ്യും. സമപ്രായക്കാര്, പിയർ ഗ്രൂപ്പ്, ആ രീതിയിലുള്ള കുട്ടികളുമായിട്ട് കളിക്കാനായിട്ട് തുടങ്ങും. കഥകൾ കേൾക്കാൻ ഇഷ്ടമായിരിക്കും, പാട്ടുകൾ പാടാനും ഇഷ്ടമായിരിക്കും. ഇതാണ് ഒരു 23 പോയിന്റ്സ് കുട്ടിയുടെ ഡെവലപ്മെന്റ് 6 months തുടങ്ങിയിട്ട് ഉള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. 4 years വരെയുള്ള കാര്യങ്ങൾ, 4.5 years സമയത്താണ് നമ്മുടെ കയ്യിലേക്ക് കുട്ടികൾ വരുന്നത്. ഓക്കെ, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, GPA-ന്റെ ഡെവലപ്മെന്റ് സ്റ്റേജ് നല്ലതുപോലെ നോട്ട്സ് എഴുതി വെക്കുക. ഈ ബാക്കി കാര്യങ്ങളെല്ലാം വായിച്ചു നോക്കി അതുമായി റിലേറ്റ് ചെയ്യാൻ, നിങ്ങളുടെ എക്സ്പീരിയൻസുമായിട്ടും നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്ത് അത് മനസ്സിലാക്കുക. റെക്കോർഡ് ആരെങ്കിലും എഴുതി കഴിഞ്ഞു? കഴിഞ്ഞിട്ടില്ല മാം, തുടങ്ങിയിട്ടുണ്ട്. ഡിജിറ്റൽ പ്രിന്റിംഗ് കൂടെ ഉണ്ട്, അതെന്താന്ന് ഇപ്പോഴും കറക്റ്റ് ആയിട്ട് മനസ്സിലായില്ല. ഏതാ മനസ്സിലായില്ല? മാം ഡിജിറ്റൽ പ്രിന്റ്, എന്തോ ഡിജിറ്റൽ പെയിന്റിംഗ് ഇല്ലേ? അത് മനസ്സിലായില്ല. ഇല്ല മാം. നമ്മുടെ കമ്പ്യൂട്ടറുകളിൽ MS പെയിന്റ് എന്നൊരു ഓപ്ഷൻ ഇല്ലേ? നമുക്ക് MS വേർഡ് ഉണ്ട്, വേർഡിൽ നമ്മൾ ടൈപ്പ് ചെയ്യും അല്ലേ? അതുപോലെ തന്നെ പെയിന്റ് ഉണ്ട്, MS പെയിന്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് കുറെ ഷേപ്സ് ഉണ്ട്. ഈ ഷേപ്സ് ഒക്കെ കൊണ്ടുവച്ച് നമ്മൾ ട്രയാങ്കിൾ ഷേപ്പ് ഉണ്ട്, റെക്ടാങ്കിൾ ഉണ്ട്, എന്താ പറയാ സ്ക്വയർ ഷേപ്പ് ഉണ്ട്, പിന്നെ ഈ മരത്തിന്റെ ഇല അങ്ങനത്തെ ഷേപ്പുകൾ, ചെടികളുടെ ഷേപ്പ്, അങ്ങനെ കുറെ ഷേപ്സ് ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്താണോ ഒരു പിക്ചർ വീടാണ് വരയ്ക്കാൻ പോകുന്നെങ്കിൽ വീടിന്റെ ജനല് വാതിലെല്ലാം റെക്ടാങ്കിൾ ഷേപ്പ്, വീടിന്റെ വോള്, അങ്ങനെയൊക്കെ ഓരോ ഷേപ്പ് വെച്ചിട്ട് ഒരു പെയിന്റിങ് ഉണ്ടാക്കുക. അത് കളർ പ്രിന്റ് ഔട്ട് എടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു. ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിന്റ് ഔട്ട് എടുത്തിട്ട് ക്രയോൺസ് വെച്ച് കളർ ചെയ്താൽ മതി. വീട്ടില് കളർ പ്രിന്റർ ഒക്കെ ഉള്ളവരാണെങ്കിൽ, അങ്ങനെ ഫെസിലിറ്റി ഉള്ളവർ കളർ പ്രിന്റ് ഔട്ട് എടുത്തോളൂ. അല്ലാതെ പുറത്ത് പോയിട്ട് ചെയ്യണം എന്നുള്ളവരാണെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ പ്രിന്റ് ഔട്ട് എടുത്തിട്ട് ക്രയോൺസ് വെച്ച് കളർ ചെയ്താൽ മതി. ക്രയോൺസോ സ്കെച്ച് പെൻസിലോ വെച്ച് കളർ ചെയ്താൽ മതി. കളർ പ്രിന്റ് ഔട്ടിന് എത്ര റേറ്റ് ആണ്? അത് ഒരു പെയിന്റിങ് മതി. ഞങ്ങൾക്കൊക്കെ 3 പെയിന്റിങ് സബ്മിറ്റ് ചെയ്യണമായിരുന്നു. ഒരു പെയിന്റിങ് മതി. ഒന്നും എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട. ഡിജിറ്റൽ പെയിന്റിങ്ങിന് ഹെഡിങ് ഇപ്പൊ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ ഡിജിറ്റൽ പെയിന്റിങ്ങിന് ഹെഡിങ് കൊടുക്കുവാണെങ്കിൽ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് അത് ഒട്ടിച്ചു വെക്കും. അത് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യാലോ? അത് ഇപ്പം വീട്ടില് കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ കുട്ടികൾ ചെയ്യും. വീട്ടില് കമ്പ്യൂട്ടർ ഇല്ലെങ്കിൽ നിങ്ങൾ പുറത്ത് ഏതെങ്കിലും TTP സെന്ററിൽ പോയിട്ട് ഒരു ഡിജിറ്റൽ പെയിന്റിങ് ചെയ്തു തരാൻ പറഞ്ഞാൽ അവര് ചെയ്തു തരും. അങ്ങനെ ചെയ്താലും മതി. ഒരു വീടോ അതിന്റെ അടുത്തൊരു മരം അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർ ചെയ്തു തരും. എന്തെങ്കിലും പറയാണ്ടോ? കുറച്ചുപേര് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടല്ലോ. മാം, നമ്മള് വണ്ടർഫുൾ ക്രീച്ചറിനെ പറ്റി എഴുതാൻ പറഞ്ഞില്ലേ? അപ്പോ റെയർ ആയിട്ട് കാണുന്ന അനിമൽസ്, ബേർഡ്സ് അങ്ങനെയുള്ളതാണോ, അതോ കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഏതെങ്കിലും ഒരെണ്ണത്തിനെ നമ്മൾ പേസ്റ്റ് ചെയ്തിട്ട് അതിനെ കുറിച്ച് എഴുതിയാൽ മതി? അതെങ്ങനെയാ? റെയർ ആയിട്ടുള്ളതായിരിക്കണം. റെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ പറ്റി എന്തെങ്കിലും ഒരു വണ്ടർഫുൾ, അവർക്കൊരു യുണീക്ക് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഫീച്ചർ ഉള്ള ഏതെങ്കിലും ക്രീച്ചർ ആണെങ്കിൽ നല്ലതായിരിക്കും. ലൈക്ക് ഇപ്പൊ ഏതാ പറയാ, പിരാന ഫിഷ് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. പിരാന ഫിഷ്, പിന്നെ അതുപോലെ പീക്കോക്ക്,
അത് എന്താണ് അതെഴുതാം. പിന്നെ ഏതാ എഴുതാൻ പറ്റുന്നേ? കങ്കാരു എഴുതാം. കങ്കാരു എന്നല്ല കേട്ടോ പറയണ്ടേ, മലയാളത്തില് കങ്കാരു എന്ന് പറയും, കാങ്ക്രു ആണ് ഇംഗ്ലീഷ്. അത് കാങ്ക്രു എഴുതാം. പിന്നെ പോളാർ ബിയർ, വംശനാശം സംഭവിക്കുന്ന ചില മൃഗങ്ങളുണ്ട് കേട്ടോ, അങ്ങനെ അവരെ പറ്റി എഴുതാം. എലിഫന്റിനെ പറ്റി എഴുതാലോ, വണ്ടർഫുൾ അനിമൽ അല്ലേ, വളരെ വ്യത്യസ്തമായ ഷേപ്പ് മനസ്സിലായി. ഏതാ? ഇപ്പൊ മനസ്സിലായി മാം, പറഞ്ഞപ്പോ മനസ്സിലായി. കാരണം പെട്ടെന്ന് തീർക്കാൻ പറ്റുന്ന ഒരു എന്താ പറയാ റെക്കോർഡ്. അതങ്ങ് തീർന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് പെട്ടെന്ന് അടുത്തത് തരാമെന്ന് വിചാരിച്ചാ. മോസ്റ്റ് പ്രോബബ്ലി നെക്സ്റ്റ് വീക്ക് ഓൺവേർഡ്സ് നിങ്ങളുടെ ഇംഗ്ലീഷ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമായിരിക്കും. പറ്റുന്ന ഇംഗ്ലീഷ് ആക്ടിവിറ്റീസ് ഞാനും തരാം. ഇന്നിപ്പോ തൽക്കാലം എന്റെ കയ്യിൽ ആക്ടിവിറ്റി ഒന്നുമില്ല, ഞാൻ തരാം. പസിൽസിനകത്ത് മാച്ച് ദ ഫോളോയിങ് ചെയ്യാൻ പറ്റുമോ? പിക്ചേഴ്സ് ഒക്കെ തന്നിട്ട് നെയിംസ് ഒക്കെ വെച്ചിട്ട്. കുഴപ്പമില്ല, ചെയ്യിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ വേറൊരു റെക്കോർഡ് നമുക്കുണ്ട്, കിഡ്സ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അതിൽ ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള പസിൽസും ഇതുപോലെ ക്രോസ് വേർഡും മാച്ച് ദ ഫോളോയിങ്ങോ മാച്ച് ദ പിക്ചേഴ്സോ അതൊക്കെ നമുക്ക് ചെയ്യാം. അത് ആക്ടിവിറ്റി ഓറിയന്റഡ് ആണ്. ഇത് നമുക്ക് ക്വസ്റ്റ്യൻ ബേസ്ഡ് ആയാൽ വേർഡ് പസിൽസ് ആയിരിക്കും ഇതിനകത്ത് നിങ്ങൾക്ക് നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് മറ്റേ പിക്ചറും ക്രോസ് വേർഡ് പസിൽസും ഒക്കെ ഇതിൽ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റേതിൽ എഴുതുമ്പോൾ മറ്റേതിൽ ആക്ടിവിറ്റി അല്ലേ, വേർഡ്സിനേക്കാളും കൂടുതൽ ആക്ടിവിറ്റി ഓറിയന്റഡ് ആ. അപ്പൊ അതിൽ നിങ്ങൾ പുതിയത് കണ്ടുപിടിക്കേണ്ടി വരും. ഒരേ കാര്യം തന്നെ 2 റെക്കോർഡിൽ എഴുതാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇതിനകത്ത് വേർഡ് പസിൽസ് ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. ഇത് രണ്ടും മറ്റേതിലും എഴുതാൻ വേറെ ഉണ്ടെങ്കിലും ഇതിൽ ചെയ്തോളൂ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇത് നല്ലപോലെ വായിക്കുക. ജീൻ പിയാഗറ്റിന്റെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് സ്റ്റേജസ് നന്നായിട്ട് മനസ്സിലാക്കുക. കാരണം നമ്മുടെ മോണ്ടിസോറി മെത്തേഡിലെ ബേസ് ആണ്. കാര്യം മറിയ മോണ്ടിസോറിയുടെ ആണെങ്കിലും ഇത് നല്ലപോലെ നമ്മൾ അറിയണം. അങ്ങനെ മുമ്പിൽ വരുന്ന ഓരോ കുട്ടിയെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, വൈൻഡപ്പ് ചെയ്യാം. ആൾക്കാർ കുറവാണല്ലോ, എല്ലാരും വെക്കേഷൻ മോഡിലായിരിക്കും അല്ലേ? ഹലോ. ഓക്കെ, എന്നാ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ബൈ. Okay, ma'am. Thank you, ma'am. Thank you. Good night, ma'am. താങ്ക് യു മാം. കൊച്ചിരിക്കല്ലേ സോന? നെറ്റ് കയറുന്നു.